بسم الله الرحمن الرحيم ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. والأذى بآثار النبي فحكمه لحكم رسول الله في الناس تابع. وأول في أحكامه وقضائه على ما قضى التنزيل والحق ناصع. فمن يك علم الشافعي أمامه فمرتعه في ساحة العلم واسع. سلام على قبر تضمن روحه وجادت عليه المدجنات الهوامع. ബഹുമാനികളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ് നടന്നിട്ടുള്ള അതിമഹത്തായ മാസമാണ് റജബ് മാസം. നമുക്ക് 5 നേരം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടത് ഈ മാസത്തിലാണ്. അള്ളാഹുവിന്റെ മാസം എന്ന് പ്രത്യേകം പേര് പറയപ്പെടുന്ന മാസമാണ് റജബ്. ശഅബാൻ മാസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം എന്ന് പറയപ്പെടുന്ന മാസമാണ്. റമദാൻ മാസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളുടെ മാസം എന്ന് പറയപ്പെടുന്ന മാസമാണ്. റജബ് 27-ാം രാവ് ഇസ്രാ മിഅ്റാജ് നടന്നിട്ടുള്ള വലിയ അനുഗ്രഹം നടന്നതിനാൽ തന്നെ ഇസ്രാ മിഅ്റാജിന്റെ വിവരണങ്ങൾ സാധാരണയായി നാം റജബ് മാസത്തിലുള്ള ഹൽഖയിലും മറ്റും പറയാറുണ്ട്. ഈ വർഷം
റജബ് മാസത്തിൽ തന്നെ നടന്ന വലിയ ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. ഖാജാ മുഈനുദ്ദീൻ അൽ-ഫിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീ തങ്ങളെയും സ്മരിക്കപ്പെടാറുള്ളത് ഈ മാസത്തിലാണ്. അതിനാൽ ഈ വർഷം നമ്മുടെ ഈ ഹൽക്കയോടനുബന്ധിച്ച് ഒരു ചുരുങ്ങിയ സമയം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അവിടുത്തെ ബറക്കത്ത് ഉദ്ദേശിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. റജബ് 27 നോമ്പ് സുന്നത്താണെന്ന് വരെ ഇമാം ബാജൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ള പണ്ഡിതന്മാർ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. റജബ് മാസം മൊത്തത്തിൽ തന്നെ നോമ്പെടുക്കാൻ വളരെ പുണ്യമുള്ള ഒരു മാസവും ആണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു റജബ് മാസം അവസാനത്തെ വെള്ളിയാഴ്ച അവസാനത്തെ ദിവസം ഇശാഇന് ശേഷം ആണ് മഹാനവറുകളുടെ വഫാത്ത് ഉണ്ടായിട്ടുള്ളത്. പിറ്റേ ദിവസം ശഅബാൻ 1. മയ്യിത്ത് മറവ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ശഅബാൻ മാസപ്പിറവി കണ്ടിരുന്നു എന്ന് ശിഷ്യന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ലോകം അനുസ്മരിക്കുന്ന ഒരു മാസമാണ് റജബ്, മറ്റുള്ള മഹത്വങ്ങൾക്കെല്ലാം പുറമെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് മുമ്പും ശേഷവും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മത്തിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വഫാത്തിന് ശേഷവും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. 2ാമത്തെ വയസ്സ് മുതൽ മക്കയിൽ വളർന്ന മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഷാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്ത ഷാം പ്രദേശം, ഫലസ്തീൻ ഭാഗം, അവിടെ അസ്ഖലാൻ എന്ന് പറയുന്ന പട്ടണത്തിന്റെ സമീപത്ത് വസ്സ എന്ന് പറയുന്ന പ്രദേശത്താണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജന്മം. ഹിജറ 150 ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവിടെ ജനിക്കുന്നത്. 2 വയസ്സ് പ്രായമാകുമ്പോൾ മക്കയിലേക്ക് ബഹുമാനപ്പെട്ടവരെ കൊണ്ടുവരികയും പിന്നീട് വളർന്നത് മക്കയിലും ആണ്. കുട്ടിക്കാലത്ത് തന്നെ വളരെ നല്ല അറബി സാഹിത്യം സംസാരിക്കുന്ന അറബികളുമായി ബന്ധപ്പെടുന്നതിനാലും അറബി ഭാഷയുടെ യാഥാർത്ഥ്യം ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ സാധിച്ചതിനാലും മഹാനവറുകൾക്ക് പ്രത്യേകം ഒരു ഗ്രാമർ പഠിക്കേണ്ട ആവശ്യം തന്നെ വന്നിരുന്നില്ല എന്നതാണ് ശരി. അറബി ഭാഷയിൽ ഒരു വാചകത്തിൽ പോലും ഒരിക്കലും മഹാനവറുകൾക്കൊരബദ്ധം സംഭവിച്ചിരുന്നില്ല. ആ രൂപത്തിലായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ ഭാഷാ പാണ്ഡിത്യവും നടന്നിരുന്നത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഗത്ഭനായ ശിഷ്യനാണ് ഇമാം റബീഇ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറഞ്ഞു, ഉസ്താദ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാനൊരു ദിവസം സ്വപ്നത്തിൽ കണ്ടു. ഞാനന്ന് ചെറിയ കുട്ടിയാണ്. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ ഗുലാം, ഓ കുട്ടി എന്നെ വിളിച്ചു. ഫഖുൽതു ലബ്ബൈക യാ റസൂലല്ലാഹ്. ഞാൻ ലബ്ബൈക യാ റസൂലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകി. അവിടുന്ന് ചോദിച്ചു, മിമ്മൻ അൻത, നീ എവിടുന്നുള്ളതാ? ഞാൻ പറഞ്ഞു, മിൻ റഹ്തിക, ഞാൻ തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ആളാണ്, ഖുറൈശി തറവാട്ടുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഉദ്നു മിന്നി, അടുത്തോട്ട് വരൂ. ഞാൻ അവിടുത്തെ സമീപത്തേക്ക് അടുത്തു ചെന്നു. ഫഫതഹ ഫമി, എന്റെ തൊള്ള
എന്റെ വായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു. ഫഅമറ മിൻ ദീഖിഹി അലാ ലിസാനി വഫമി വസഫതി. അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീര് എന്റെ നാവിലും എന്റെ തൊള്ളയിലും എന്റെ ചുണ്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരട്ടി. എന്നിട്ട് പറഞ്ഞു, ഇംലി ബാറകല്ലാഹു ഫീക്, പോയിക്കോ മോനെ, അല്ലാഹു നിന്നിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് എന്നെ ആശംസിച്ചു. ഫമാ അദ്കുറു അന്നി ലഹൻതു ഫീ ഹദീസിൻ ബഅദ ദാലിക വലാ ശഅർ. ഒരൊറ്റ ഹദീസിലും ഒരു ഗദ്യത്തിലും പദ്യത്തിലും ഒരബദ്ധവും എന്റെ നാവിലൂടെ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കാലത്ത് അവിടുത്തെ ഉമിനീര് സ്വപ്നത്തിൽ എന്നെ ക്ഷണിച്ച് എനിക്ക് പുരട്ടിത്തെന്ന് പറഞ്ഞയച്ചതാണ് എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തിയെടുക്കൽ നടന്നിട്ടുള്ള ലോക പ്രശസ്ത പണ്ഡിതനാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. വഫാത്തിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാനായ ഇമാമിനെ സംബന്ധിച്ച് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലിമു ഖുറൈശ്, ഖുറൈശിക്കാരനായ ഒരു പണ്ഡിതൻ. യംലൗ തിബാഖൽ അർദി ഇൽമാ, ലോകം മുഴുക്ക ഭൂമി മുഴുക്കെ ഇൽമു നിറക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഖുറൈശിക്കാരനായ പണ്ഡിതൻ അതുപോലെ ലോകത്ത് സർവ്വ വിഷയത്തിലും ഇൽമു പ്രചരിപ്പിച്ച, അതുപോലെ ഇൽമു നിറച്ച വേറൊരു പണ്ഡിതനെ ലോകം വേറെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ പറഞ്ഞ ഹദീസ് കൊണ്ട് ഉദ്ദേശം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആണെന്ന് പറയുന്നത് 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാഠമാക്കിയ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അബൂ നുഐം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കൊണ്ട് ഉദ്ദേശം മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. ഭൂമി നിറയെ ഇൽമു കൊണ്ട് നിറക്കുന്ന പണ്ഡിതൻ. ഖുറൈശ് എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാടാണ്. നല്ല കുടുംബം, നല്ല തറവാട്, അതിന് മഹത്വമുണ്ട്. ചില ആളുകൾ തറവാട്ടിന് മഹത്വമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. ശരിയല്ല, തറവാട്ടിന് മഹത്വമൊക്കെ ഉണ്ട്. പക്ഷേ ഈമാനും തഖ്വയും ഇല്ലെങ്കിൽ തറവാട്ടിന് മഹത്വമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ വലിയ തറവാട്ടുകാരനാണ് എന്ന് പറഞ്ഞു ഈമാനില്ലെങ്കിൽ കാര്യമില്ല, തഖ്വയില്ലെങ്കിൽ കാര്യമില്ല. അതേസമയത്ത് ഈമാനും തഖ്വയും ഉണ്ടോ എങ്കിൽ ഖൈറുക്കും ഫിൽ ജാഹിലിയ്യത്തി ഖൈറുക്കും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജാഹിലിയ്യ കാലത്ത് ഉത്തമന്മാരായി കണ്ടിരുന്ന ആളുകൾ ഉത്തമന്മാർ തന്നെയാണ് ഇസ്ലാമിലും. അവർക്ക് മഹത്വമുണ്ട്, പക്ഷേ അവർക്ക് ഈമാനും തഖ്വയും ഉണ്ടാകണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട് ഏറ്റവും ഉയർന്ന തറവാടാണ്. അത് ഖുറൈശി തറവാടാണ്. ഖുറൈശ് എന്ന വാക്ക് യതഖറസുൽ മാല, സ്വത്ത് ഒരുമിച്ച് കൂട്ടുക എന്നതിന് യതഖറസുൽ മാൽ എന്ന് പറയാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പമാരുടെ പരമ്പര, അവർ കച്ചവടം ചെയ്ത് സ്വത്തുണ്ടാക്കുന്ന ആളുകൾ അവരുടെ ഉപ്പാപ്പമാരുടെ തറവാട്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പേര് വന്നത് എന്നാണ് ചരിത്രകാരന്മാർ ആ തറവാട്ടിനെ സംബന്ധിച്ച് പറയുന്നത്. നദറിന്റെ സന്താനങ്ങളായി ഉണ്ടായിരുന്ന ആളുകൾ, അവർക്കാണ് ഖുറൈശി എന്ന പേരിൽ മുദർ, കിനാന എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ആ കൂട്ടത്തിൽ നദറിന്റെ സന്താനങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പരമ്പരയിൽ നമ്മൾ പറയുന്ന നദറിന്റെ സന്താനങ്ങളായി വരുന്ന ആളുകൾക്കാണ് ഖുറൈശ് തറവാട് എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാടും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ തറവാടും കുടുംബവും ഒന്നാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 ബാപ്പമാരുടെ പേര് സഹീഹുൽ ബുഖാരിയിലുണ്ട്. ആ 20 ബാപ്പമാരുടെ പേരെണ്ണുമ്പോൾ അബ്ദുല്ലാഹി, അബ്ദുൽ മുത്തലിബ്, ഹാസിം, അബ്ദു മനാഫ് എന്നിങ്ങനെ നമ്മൾ സാധാരണയായി ചൊല്ലാറുണ്ട്. അബ്ദു മനാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പരമ്പരയിൽ നാം കാണും. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാസിം, അബ്ദു മനാഫ്, 4ാമത്തെ പിതാവ്. ആ അബ്ദു മനാഫിന്റെ 4 സന്താനങ്ങൾ. ഒരാളാണ് ഹാഷിം. ഹാഷിമിന്റെ മകനാണ് ശൈബത്തുൽ ഹംദ് എന്നു പേരുള്ള അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശൈബത്തുൽ ഹംദ് എന്നാണ്. ആ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബ്ദുള്ള. അബ്ദുള്ളയുടെ മകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദു മനാഫിന്റെ 3 സന്താനങ്ങൾ വേറെയുണ്ട്. ഒന്ന് അബ്ദു ഷംസ്, ഒന്ന് നൗഫൽ.
വേറെ ഒരു സന്താനം ആണ് മുത്തലിബ്. അബ്ദുമനാഫിന്റെ മകൻ മുത്തലിബ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരുടെ പരമ്പരയിൽ നമ്മൾ കേൾക്കുന്ന ഹാഷിം എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരനാണ്. അപ്പൊ മുത്തലിബ്, ആ മുത്തലിബിന് ഹാഷിം എന്ന ഒരു മകനുണ്ട്. അതായത് സാധാരണയായി ബാപ്പന്റെ പേര്, ജ്യേഷ്ഠന്റെ പേര്, അനുജന്റെ പേര് മക്കൾക്കിടുക എന്നുള്ളത് പഴയ കാലത്തെ ഉള്ളതാണ്. അപ്പൊ സഹോദരന്റെ പേര് മകന് വെച്ചതാണ് മുത്തലിബ്. മകന് ഹാഷിം എന്ന് പേര് വെച്ചു. ആ ഹാഷിമിന്റെ മകനാണ് അബ്ദുൽ യസീദ്. അബ്ദുൽ യസീദിന്റെ മകനാണ് ഉബൈദ്. ഉബൈദിന്റെ മകനാണ് സായിബ്. സായിബിന്റെ മകനാണ് ഷാഫി റളിയല്ലാഹു അൻഹും. അബ്ദുൽ യസീദും ഉബൈദും സായിബും ഷാഫിഉം 4 ഉപ്പാപ്പമാരും സഹാബികളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാപ്പമാരിൽ ഷാഫിഇന്റെ പിതാവ് സായിബ്, സായിബിന്റെ പിതാവ് ഉബൈദ്, ഉബൈദിന്റെ പിതാവ് അബ്ദുൽ യസീദ്, 4 ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളാണ്. ആ ഷാഫിഇ എന്ന് പറയുന്ന ഉപ്പാപ്പയുടെ മകനാണ് ഉസ്മാൻ. ഉസ്മാനിന്റെ മകനാണ് അബ്ബാസ്. അബ്ബാസിന്റെ മകനാണ് ഇദ്രീസ് റഹ്മത്തുള്ളാഹി അലൈഹിം. അവരുടെ മകനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഇ റളിയല്ലാഹു അൻഹു. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാപ്പമാരെ എണ്ണുമ്പോൾ താബിഈങ്ങളും താബിഈങ്ങളും അവരുടെ മേലെ 4 ഉപ്പാപ്പമാര് സഹാബികളാണ്. അതിന്റെ മേലെയാണ് ഹാഷിം. ഹാഷിമിന്റെ ബാപ്പയാണ് മുത്തലിബ്. മുത്തലിബിന്റെ ബാപ്പയാണ് അബ്ദുമനാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പരമ്പരയിൽ തന്നെ ഖുറൈശി തറവാട്ടിൽ തന്നെ ജനിച്ച ലോകപ്രശസ്ത പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മൾ സാധാരണയായി അബ്ദുൽ മുത്തലിബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരെ പേര് പറയുമ്പോൾ പറയാറുണ്ട്. അബ്ദുൽ മുത്തലിബ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ശൈബത്തുൽ ഹംദ് എന്നാണ്. ആ പേര് ലഭിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ഹാഷിം, അബ്ദുമനാഫിന്റെ മകൻ ഹാഷിം, ഹാഷിമിന്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബിന് ആ പേര് വരാൻ കാരണം ശൈബത്തുൽ ഹംദ് എന്നായിരുന്നു പേര്. അബ്ദുൽ മുത്തലിബ് എന്ന പേര് വരാൻ കാരണം ബാപ്പ ഹാഷിം മരണപ്പെട്ടു പോയപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാപ്പമാരിൽ വരുന്ന മുത്തലിബ് എന്ന് പറയുന്ന ഉപ്പാപ്പ പിതൃ സഹോദരനാണല്ലോ. ആ മഹാൻ അദ്ദേഹം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ ശൈബത്തുൽ ഹംദിനെ എടുത്ത് വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തെ അബ്ദുൽ മുത്തലിബ്, മുത്തലിബിന്റെ അടിമ എന്ന് പേര് വിളിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് എന്ന പേര് തന്നെ വന്നത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാപ്പമാരുടെ പരമ്പരയിലുള്ള മുത്തലിബ് എന്ന ഉപ്പാപ്പ ഈ ശൈബത്തുൽ ഹംദിനെ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തതുകൊണ്ടാണ് ആ പേര് തന്നെ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് അബൂ അബ്ദില്ല എന്ന പേരുണ്ട്. മഹാനവറുകൾക്ക് 2 ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ ആൺമക്കൾക്ക് 2 പേർക്കും മഹാനവറുകൾ മുഹമ്മദ് എന്ന് പേരിട്ടു. അങ്ങനെ പേരിടാൻ എന്താണ് കാരണം? മഹാനവറുകളോട് ചോദിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സമ്മൈതുഹു അഹബ്ബൽ അസ്മാഇ ഇലയ്യ മുഹമ്മദൻ. പേരുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് മുഹമ്മദ് എന്ന പേരാണ്. അത് ഞാൻ എന്റെ മകന് ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഒന്ന് മുഹമ്മദ് അബുൽ ഹസനാണ്, ഒന്ന് മുഹമ്മദ് അബു ഉസ്മാനാണ്. 2ഉം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സന്താനങ്ങളാണ്. ഈ മുഹമ്മദ് അബു ഉസ്മാൻ എന്ന് പറയുന്ന മകനോടാണ് ഒരിക്കൽ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളാണ്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്, 10 ലക്ഷം ഹദീസ് മനപാഠമാക്കിയ പണ്ഡിതനാണ്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ആ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറഞ്ഞു, ഓ മുഹമ്മദേ, ഇന്നി ലഉഹിബ്ബുക ലിസലാസി ഖിലാൽ. ഞാൻ 3 കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഒന്നാമത്തത് അന്നക ഇബ്നു അബി അബ്ദില്ലാ. ഒന്ന്, നിങ്ങൾ എന്റെ ഉസ്താദ് അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ
ഉസ്താദിന്റെ കുടുംബത്തെ സ്നേഹിക്കുക, അത് ഉസ്താദിനോട് അദബും ഗുരുത്വവുമുള്ള ശിഷ്യന്മാരുടെ പതിവാണെന്ന് നമുക്കത് പഠിപ്പിച്ചു തരുന്നു. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആണ് അത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു, അന്നക റജുലുൻ മിൻ ഖുറൈശ്, നീ ഖുറൈശി തറവാട്ടുകാരനിൽ പെട്ട ഒരാളാണ്, അതുകൊണ്ടും നിന്നോട് എനിക്ക് സ്നേഹമാണ്, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട്ടുകാരനാണ്. മൂന്നാമതായി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അന്നക മിൻ അഹ്ലിസ് സുന്ന, നീ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തുകാരനാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മകനോട് ഒരു ദിവസം പറഞ്ഞ വാചകമാണ്. ആ മുഹമ്മദ് അബൂ ഉസ്മാൻ, അത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകനാണ്. മറ്റൊന്ന് മുഹമ്മദ് അബുൽ ഹസൻ, അതും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് സൈനബ് എന്ന് പറഞ്ഞൊരു മകൾ ഉണ്ടായിട്ടുണ്ട്. ആ മകളിൽ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന ഒരു വലിയ ഇമാം ഉണ്ടായിട്ടുണ്ട്. ആ ഇമാമിനെ സംബന്ധിച്ച് സാധാരണയായി പണ്ഡിതന്മാർ ഇബ്നു ബിൻതി ഷാഫിഈ എന്നാണ് സാധാരണ പറയാറുള്ളത്. ഷാഫി ഇമാമന്റെ മകളുടെ മകൻ എന്ന പേരിലാണ് പറയാറുള്ളത്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ഷാഫിഈ എന്ന പേര് വന്നു. അത് ഉപ്പാപ്പമാരുടെ കൂട്ടത്തിൽ നേരത്തെ ഞാൻ എണ്ണിയല്ലോ, ഷാഫിഈ എന്ന് പറയുന്ന ഒരു ഉപ്പാപ്പ വളരെ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ മഹാനവറുകൾ ഒരുമിച്ച് കൂടിയതിനാൽ ബഹുമാനപ്പെട്ടവരും സഹാബികളിൽപ്പെട്ടവരാണ്. ആ ഷാഫിയിലേക്ക് ചേർത്തുകൊണ്ടാണ് ഷാഫിഈ എന്ന പേര് മഹാനായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖദ്ദിമു ഖുറൈശൻ, നിങ്ങൾ ഖുറൈശികളെ മുന്തിക്കണം. ഖുറൈശികളെ മുന്തിക്കണം. നമ്മൾ ഏത് വിഷയം വരുമ്പോഴും, അത് ദുആ ചെയ്യിപ്പിക്കുമ്പോഴും, ഒരു തറക്കല്ലിടുമ്പോഴും, ഉദ്ഘാടനം ചെയ്യുമ്പോഴും, പല വിഷയത്തിലും തങ്ങന്മാരെ മുന്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണത്. ഖദ്ദിമു ഖുറൈശൻ, നിങ്ങൾ ഖുറൈശികളെ മുന്തിക്കണം. ഖുറൈശികളെ നിങ്ങൾ മുന്തിക്കണം. അവർ മുന്നിൽ നിൽക്കേണ്ടവരാ, അവർ മുന്നിൽ പോകേണ്ടവരാ. അവർക്ക് പ്രത്യേകതയുണ്ട്, തങ്ങന്മാർക്ക് പ്രത്യേകതയുണ്ട്, ഖുറൈശികൾക്ക് തന്നെ പ്രത്യേകതയുണ്ട്. ഖദ്ദിമു ഖുറൈശൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അയിമ്മത്തു മിൻ ഖുറൈശ്, ഇമാമിങ്ങൾ ഖുറൈശികളിൽ നിന്നാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, അങ്ങനെയും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേകത മറ്റ് ഇമാമുകളെ അപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഫലസ്തീനിൽ, ഷാമിനടുക്കൽ ഫലസ്തീനിൽ അസ്കലാൻ എന്ന പട്ടണത്തിന്റെ സമീപത്ത് ഗസ്സ എന്ന് പറയുന്ന പ്രദേശത്ത് ഹിജ്റ 150 മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ജനിച്ചു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജനിച്ച അതേ വർഷത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുള്ളത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അൽ ഫുഖഹാഉ കുല്ലുഹും ഇയാലു അബീ ഹനീഫ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ആശ്രിതരാണ് ലോകത്തുള്ള മുഴുവൻ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന വർഷമാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം. ചില പണ്ഡിതന്മാർ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വഫാത്തായ അതേ ദിവസമാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചത് എന്ന് പറഞ്ഞവരും ഉണ്ട്. നുജൂമു സമാഇൻ കുല്ലമാ ഗാറ കൗകബു ബദാ കൗകബുൻ തഹ്വി ഇലൈഹി കവാകിബു. ഒരു നക്ഷത്രം അസ്തമിക്കുമ്പോൾ മറ്റൊരു നക്ഷത്രം ഉദിക്കുന്നു എന്നതുപോലെ ഇൽമിന്റെ നക്ഷത്രങ്ങളാണല്ലോ ഇമാമിങ്ങൾ. ബഹുമാനപ്പെട്ട ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ അയിമ്മത്തു കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദാ ഇഖ്തദാ. ദീനിന്റെ ഇമാമിങ്ങൾ നക്ഷത്രങ്ങളെ പോലെയാണ്, അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും സന്മാർഗത്തിലാണ്. അപ്പോൾ ആ നക്ഷത്രങ്ങളെ പോലെയുള്ള ഇമാമിങ്ങളിൽ വലിയ ഇമാമായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ദിവസം തന്നെ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചു എന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായിരുന്നാലും ആ വർഷത്തിലാണെന്നതിൽ തർക്കമില്ല. ബഹുമാനപ്പെട്ടവർ മക്കയിലേക്ക് 2ാമത്തെ വയസ്സിൽ കൊണ്ടുവന്നു. മക്കയാണ് ബഹുമാനപ്പെട്ടവരുടെ പാഠശാല. മക്കയിൽ നിന്ന് അറബികൾ, ഒറിജിനൽ അറബികൾ, ആ അറബികളുമായി ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ടവരുടെ തറവാട് തന്നെ അറബിയാണ്, തറവാട് തന്നെ മക്കയാണ്, അതേ ഖുറൈശികളാണ്. അങ്ങനെ ജനിച്ചത് ഷാമിലാണെങ്കിലും അവിടുന്ന് 2ാമത്തെ വയസ്സിൽ തന്നെ മക്കയിൽ വന്ന് വീണ്ടും ഉപ്പാപ്പമാരുടെ നാട്ടിൽ തന്നെ ഉപ്പാപ്പമാരുടെ ഭാഷ അഥവാ ശരിയായ അറബി ഭാഷ മഹാനവറുകൾ പഠിച്ചു. വല്ലാത്ത അപാരമായ ബുദ്ധി, വല്ലാത്ത ഗ്രാഹ്യശക്തി
അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കൊടുത്തിരുന്നു. ചരിത്രത്തിൽ കാണാം, ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ആളായിരുന്നു. സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ആളായിരുന്നു. സാമ്പത്തികമായി നല്ല ശേഷിയുള്ള ആളുകൾ ആലിമീങ്ങളാവുക എന്നത് വളരെ കുറവാണ്. അത് പഴയ കാലം മുതലേ അങ്ങനെയാണ്. അതിന് എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ കൂടുതലായി ചർച്ചയ്ക്ക് കടക്കുന്നില്ല. ദുനിയാവും ആഖിറവും തമ്മിൽ ഒരു ഭർത്താവിന്റെ രണ്ട് ഭാര്യമാരെ പോലെയാണ്. ഒന്നിനെ തൃപ്തിപ്പെടുത്തുമ്പോൾ മറ്റൊരു തൃപ്തിപ്പെടാൻ വലിയ പണിയാണ്. അത് രണ്ട് പെണ്ണ് കെട്ടിയവരോട് ചോദിച്ചാലേ മനസ്സിലാവും. അപ്പോ അതുകൊണ്ട് തന്നെ ദുനിയാവിലെ സ്വത്ത് ധാരാളം ഉണ്ടാവുകയും ധാരാളം ഇൽമ് ദീനിയായിട്ടുണ്ടാവുകയും ചെയ്യുക എന്നത് അത് വളരെ ദുർലഭമായി വളരെ ചുരുക്കം ആളുകൾക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ആർക്കും അങ്ങനെ ലഭിച്ചുകൂടാ എന്നില്ല. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പല ഇൽമുകളും ധാരാളം കൊടുത്തിട്ടുണ്ട്. അതേസമയത്ത് ലോകത്ത് ഏറ്റവും വലിയ പണക്കാരനും ഏറ്റവും വലിയ ഭരണാധികാരിയുമായി ബഹുമാനപ്പെട്ട സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ചില മഹാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഏതായിരുന്നാലും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ആളാണ്. അതുകൊണ്ട് പാഠശാലയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് ശമ്പളം കൊടുക്കാനുള്ള വരിസംഖ്യ അടക്കാൻ സാധിക്കാത്ത ചുറ്റുപാടുണ്ടായി. വരിസംഖ്യ അടക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും പഠിക്കാനും പ്രയാസങ്ങളുണ്ടാവും. അങ്ങനെ പ്രയാസമുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ടവർ പ്രയാസം ഉണ്ടായിരുന്നു എങ്കിലും പഠിപ്പിക്കുന്ന ഉസ്താദ് ശരിക്കും ശ്രദ്ധിക്കുന്നില്ല. കാരണം ശരിക്കും വരിസംഖ്യ കിട്ടൂല. അതുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഈ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കൂടുതൽ പഠിപ്പിക്കാൻ ഉസ്താദ് തയ്യാറാകുന്നില്ല. അപ്പൊ ബഹുമാനപ്പെട്ടവർ മറ്റു കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത് നന്നായി ശ്രദ്ധിക്കും. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ഉസ്താദ് അങ്ങോട്ട് പോയാൽ മറ്റുള്ള കുട്ടികൾക്കൊക്കെ മൂപ്പര് വിശദീകരിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് ഉസ്താദ് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നതെന്ന് വിശദീകരിച്ചു കൊടുക്കും. അപ്പൊ ഉസ്താദിന് തോന്നി ഈ കുട്ടിയെ നന്നായിട്ട് പഠിപ്പിച്ചാൽ പിന്നെ ബാക്കിയുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിക്കണ്ട, ഇവൻ പഠിപ്പിച്ചോളൂ. അങ്ങനെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം പരിഗണിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയ ആ ഉസ്താദ്. അങ്ങനെയാണ്. നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളാണ് ഫീസ് കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ മാനേജ്മെന്റ് വെറുതെ ഒക്കെ പഠിപ്പിച്ചെന്നൊക്കെ വരും. അതുപോലെ നല്ല മാർക്ക് വാങ്ങണം. നല്ല പഠനത്തിൽ പുരോഗതിയുള്ള കുട്ടിക്ക് വേണ്ടി ഉസ്താദുമാർ അധ്വാനിക്കുന്നതിന് അവർക്ക് പ്രയാസം തോന്നൂല. നേരെ മറിച്ച് പഠനത്തിൽ പുരോഗതിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ വലിയ മാനസികമായ സന്തോഷം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇരിക്കട്ടെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് പഠിച്ചു വളർന്നു. ആ പഠിക്കുന്ന പഠനം 7-ാമത്തെ വയസ്സാകുമ്പോഴേക്ക് പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കി. 7-ാമത്തെ വയസ്സായപ്പോ പരിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാടമാക്കി. നമ്മളെ കുറ്റ്യാടി സിറാജുൽ ഹുദന്റെ കീഴിൽ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ട്. കോളേജിൽ കുട്ടികൾ എടുക്കേണ്ട 7-ാം ക്ലാസ് പഠിച്ചു വന്നതിന് ശേഷം ഖുർആൻ മനഃപ്പാടമാക്കാൻ. എന്നിട്ട് 5 കൊല്ലം പഠിക്കുകയാണ്. അപ്പോഴാണ് ഖുർആൻ മനഃപ്പാടാകുന്നത്. നമുക്ക് എന്നാൽ 5 കൊല്ലം പഠിച്ചാലും എനിക്ക് മനഃപ്പാടാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കി. ആ ഖുർആൻ മനഃപ്പാടമാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ മനഃപ്പാടം പോലെയല്ല. നമ്മൾ മനഃപ്പാടം എന്ന് പറഞ്ഞാൽ ഒരായത്തെടുത്തിട്ട് അതിന്റെ നേരെ മുമ്പത്തെ ആയത്ത് ഓതൂ എന്ന് പറഞ്ഞാൽ ഓതാൻ കഴിയുന്ന ആളുകൾ യാസീൻ എനിക്ക് കാണാതെ അറിയൂ എന്ന് നമ്മൾ പറയും. ഒരായത്തെടുത്തിട്ട് അതിന്റെ നേരെ മുമ്പത്തെ ആയത്ത് ഓതണമെന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ സ്റ്റാർട്ടാക്കി വെക്കണം, എന്നിട്ട് അവിടെ എത്തണം. അല്ലാതെ നമുക്ക് ഓതി വെക്കാൻ കഴിയില്ല. അതേസമയത്ത് ശരിക്കും മനഃപ്പാടമായാൽ ഏതായത്ത് ചോദിച്ചാലും ഓതാൻ കഴിയും. നിങ്ങൾ വേണേ എന്നെ പരിശോധിച്ചോ, സൂറത്തുൽ ഫാത്തിഹ ചോദിച്ചോ, ഏതായത്ത് പറഞ്ഞാലും മുൻപിലത്തെ ഞാൻ ഓതി. സൂറത്തുൽ ഫാത്തിഹ ഏതായത്ത് ചോദിച്ചാലും മുമ്പത്തെ ഞാൻ ഓതി, ശേഷമുള്ള ഓതി. കാരണം അത് ഞാൻ ശരിക്കും മനഃപ്പാടാക്കി. അതേസമയത്ത് വേറെ ഒറ്റ സൂറത്തും ചോദിക്കരുത്. അപ്പൊ ശരിക്കും മനഃപ്പാടമായാൽ അങ്ങനെയാ, അങ്ങ് ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഓതാൻ കഴിയും. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 7-ാമത്തെ വയസ്സിൽ ഖുർആൻ മനഃപ്പാടമാക്കി എന്ന് പറഞ്ഞാൽ തപ്പിത്തടഞ്ഞ് ഓതാനുള്ള പഠനമല്ല, മറിച്ച് ഇങ്ങനെ അങ്ങോട്ടും അങ്ങ് ഇങ്ങോട്ടും ഓതാനുള്ള പഠനമാണ്. 7-ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കി. അതിനുശേഷം അതോടുകൂടെ തന്നെ മക്കയിൽ നിന്ന് ഇൽമു പഠിച്ചു. മക്കയിലെ പ്രധാനപ്പെട്ട അന്നത്തെ മുഫ്തി, നിങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 140-ലധികം വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ. ആ കാലഘട്ടത്തിൽ മക്കയിലും മദീനയിലും ഉള്ളത് ആരാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളിൽ നിന്ന് നേരിൽ ഇൽമു പഠിച്ച താബിഈങ്ങളും താബിഈങ്ങളുമാണ് അവിടെ ഉള്ളത്. ആ മഹാന്മാരിൽ നിന്ന് ഇൽമു പഠിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അന്ന് മക്കയിലെ മുഫ്തിയാണ്. കർമ്മശാസ്ത്രപരമായ
വിഷയങ്ങളിൽ ഏത് ചോദ്യം വന്നാലും മറുപടി പറയുന്ന പണ്ഡിതനാണ്. മുസ്ലിം ഇബ്നു ഖാലിദ് സഞ്ചി റളിയല്ലാഹു അൻഹു മഹാനവറുകളിൽ നിന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കർമ്മപരമായ വിഷയങ്ങളും മറ്റും പഠിക്കുന്നത്. അന്ന് മക്കയിലെ ഏറ്റവും വലിയ മുദരിസാണ്. ഹദീസ് ശാസ്ത്രത്തിൽ അഥവാ ഹദീസിന്റെ കാര്യത്തിൽ ഹദീസ് അറിയുന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും വലിയ നേതാവാണ് ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു. ഈ രണ്ട് ഉസ്താദുമാരിൽ നിന്നാണ് ഏറ്റവും നന്നായി ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇൽമു പഠിച്ചിട്ടുള്ളത്. ആ പഠിക്കുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ടവർ 13-ാമത്തെ വയസ്സാകുമ്പോഴേക്ക് മദീനയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാപണ്ഡിതനായ ബഹുമാനപ്പെട്ട താബിഈങ്ങളിൽ നിന്ന് നേരിൽ ഇൽമു പഠിച്ച മഹാപണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ നാഫിഇ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള എത്രയോ താബിഈങ്ങളെ കണ്ട മഹാനാണ് മദീനയിലെ മുദരിസ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ലോക പ്രശസ്തമായ ഹദീസ് ഗ്രന്ഥമാണ് കിതാബുൽ മുവത്ത എന്ന് പറയുന്നത്. ആ കിതാബുൽ മുവത്ത എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥം 13-ാമത്തെ വയസ്സിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മനപ്പാഠം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ മക്കയിലുള്ള മുദരിസുമാരിൽ നിന്ന് കേട്ടുപഠിക്കുന്ന ഹദീസ് പഠിച്ചതിന്റെ പുറമെ മദീനയിലെ ഏറ്റവും വലിയ മുദരിസായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഗ്രന്ഥവും മനപ്പാഠം പഠിച്ചു ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, എവിടുന്ന് ഇൽമു കിട്ടിയാലും എഴുതി വെക്കും, ഏത് ഇൽമു കിട്ടിയാലും എഴുതി വെക്കും. ആ എഴുതി വെക്കുന്ന കാരണം കൊണ്ട് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വീട്ടിന്റെ ഉള്ളിൽ താമസിക്കാൻ തന്നെ ബുദ്ധിമുട്ടായപ്പോ ഒരു ദിവസം റൂമിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എഴുതി വെച്ചത് മുഴുവനും ഒരൊറ്റ വായന വായിച്ചു തീരുമ്പോഴേക്ക് മുഴുവനും മനപ്പാടമായി പോയി. വല്ലാത്ത അത്ഭുതത്തിന്റെ കമ്പ്യൂട്ടറാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ്. മുഴുവനും ഒറ്റ വായനക്ക് മനപ്പാടമായി പോയി. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചൊല്ലിയതാണ് ഇൽമീ മഈ ഹൈതുമാ യമ്മംതു യൻഫഉനി സദ്രി വിആഉൻ ലഹു ലബത്നു സുന്ദൂഖി ഇൻ കുന്തു ഫിൽ ബൈതി കാനൽ ഇൽമു മഈ ഇൻ കുന്തു ഫിസ്സൂഖി കാനൽ ഇൽമു ഫിസ്സൂഖി. എന്റെ ഇൽമൊക്കെ എന്റെ ഹൃദയമാകുന്ന പാത്രത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിലായാലും നാടിയിലായാലും എവിടെയായാലും എന്റെ ഇൽമു എന്റെ കൂടെയുണ്ട്. ഒരലമാരിയും തുറന്നു നോക്കേണ്ടതില്ല, ഒരു പെട്ടിയും തുറക്കേണ്ടതില്ല, എല്ലാം എന്റെ ഹൃദയത്തിന് സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് പാടിക്കൊണ്ടാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇറങ്ങി വരുന്നത്. അതേ സമയത്ത് തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ദീനുൽ ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഏത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധനായിരുന്നു. ഒരു പണ്ഡിതനായി പ്രവർത്തന രംഗത്തങ്ങാതെ അതേ തന്നെ ശരീരം വെക്കാതെ പണ്ഡിതനായി ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കാം എന്നല്ല ചിന്തിച്ചത്. സുഖലുപനായി എനിക്ക് എന്റെ പാണ്ഡിത്യം കൊണ്ട് ഇൽമു പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചിന്തിച്ചത്. സമൂഹത്തിന്റെ മുന്നിലിറങ്ങി വളരെ ശക്തിയായ പ്രവർത്തനത്തിന് ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നന്നായി കുതിരസവാരി പഠിക്കുകയാണ്. കാരണം അന്നത്തെ ഏറ്റവും വലിയ വാഹനമാണ്, ഏറ്റവും സ്പീഡിലോടുന്ന വാഹനമാണ്, ഏറ്റവും അന്തസ്സുള്ള വാഹനമാണ് കുതിര. ആ കുതിരപ്പുറത്ത് കയറിയിട്ട് വേണം ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് ഏത് രാജ്യത്തേക്കും ഓടിപ്പോകാൻ, ഏത് പ്രദേശത്തും പോകാൻ, ആരോടും പടപൊരുതാൻ. അതിനുവേണ്ടി മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല കുതിരസവാരിക്കാരനായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാം. വഅഇദ്ദൂലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ വമിൻ റിബാത്തിൽ ഖൈരി തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും എന്ന് പരിശുദ്ധ ഖുർആൻ അന്നത്തെ യുദ്ധോപകരണങ്ങളിൽപ്പെട്ട വാഹനമായ
കുതിര, ആ കുതിര സവാരി പഠിക്കുന്നതിനെ സംബന്ധിച്ചും കുതിരയുമായി ബന്ധപ്പെടുന്നതിനെ കുറിച്ചും ഇസ്ലാമിക രാഷ്ട്രത്തോട് പടപൊരുതാൻ ഇസ്ലാമിന്റെ വിരോധികളായ രാഷ്ട്രങ്ങൾ വരുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശരിയായ ജിഹാദിന് വേണ്ടിയുള്ള ഒരുക്കവും ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരുങ്ങിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അതൊരിക്കലും തന്നെ സഹോദരന്മാരെ ഇന്നത്തെ തീവ്രവാദികളെപ്പോലെ വൃത്തികേട് ചെയ്യുന്ന ഏർപ്പാടിന് വേണ്ടിയുള്ള ഒരുക്കമല്ല. നിരപരാധികളെ ബോംബ് വെച്ച് കൊല്ലുന്ന, നിരപരാധികളെ ബോംബെറിയുന്ന, നിരപരാധികളെ കൊന്നൊടുക്കുന്ന, നിരപരാധികളെ അതാ സ്വന്തം തന്നെ മരിച്ചും അല്ലാതെയും കൊന്നൊടുക്കി രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്ന തീവ്രവാദികളെ പ്രവർത്തനത്തിന് വേണ്ടിയായിരുന്നില്ല, മറിച്ച് ഇസ്ലാമിക രാഷ്ട്രത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ വിരുദ്ധ ചേരിയിലുള്ളവരെല്ലാ രാഷ്ട്രങ്ങളും വന്നാൽ അവരെ ശക്തിയായി നേരിടാനുള്ള മുന്നൊരുക്കമായിരുന്നു മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റേത്. അതുകൊണ്ട് തന്നെ മഹാനവറുകളുടെ കുതിരസവാരിയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. കാന ശാഫിഈ അസ്ജഅന്നാസി വഅഫ്റസഹും, വലിയ ധീരനായിരുന്നു ഇമാം ശാഫിഈ, ഏറ്റവും നല്ല കുതിരസവാരിക്കാരനായിരുന്നു. ബഹുമാനപ്പെട്ടവർ ഒരു സ്വന്തം കാത് ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ കൊണ്ട് കുതിരയുടെ കാതും പിടിച്ചിട്ട് കുതിരയുടെ പുറത്ത് കുതിര എത്ര സ്പീഡിൽ ഓടിയാലും മഹാനവറുകൾക്കൊരു പ്രശ്നവുമില്ലാതെ കുതിരപ്പുറത്ത് സവാരി ചെയ്തിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാ രംഗത്തും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ നന്നായി തിളങ്ങി. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശാരീരിക പ്രകൃതിയെ സംബന്ധിച്ച് ശിഷ്യനായ ഇമാം മുസനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം പോലെ ഭംഗിയുള്ള ഒരു മുഖം കണ്ടിട്ടില്ല. ഒത്ത പൊക്കമുള്ള ആള്, നല്ല സൗണ്ട്, വളരെ ഭംഗിയുള്ള സൗണ്ടുള്ള ആള്, നല്ല ഭംഗിയുള്ള ആള്. അങ്ങനെ ശാരീരികമായും ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വല്ലാത്ത അനുഗ്രഹം ലഭിച്ചിട്ടുള്ളവരാണ്. ആ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും എന്താണ് നിദാനം? നിദാനം ഈമാനാണ്, അല്ലാഹുവിലുള്ള ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾക്കൊരു മോതിരമുണ്ട്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെള്ളിയുടെ ഒരു മോതിരം ചെറുവിരലിന് അല്ലാഹുവിന്റെ റസൂൽ ധരിച്ചിരുന്നു. ഇന്നും ചെറുവിരലിന് വെള്ളിയുടെ ഒരു മോതിരം ധരിക്കൽ നമുക്ക് സുന്നത്താണ്. ചില ആളുകൾ കുറെ മോതിരം ധരിച്ച് ഔലിയാവെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ കുറെ മോതിരം ധരിച്ചുകൊണ്ട് ആരും ഔലിയാവൊന്നുമില്ല. കുറെ മോതിരം ധരിച്ചാൽ ഒന്നുകിൽ ഹറാമാവും അല്ലേ കറാഹത്താവും. ഒറ്റ ഒരു മോതിരാണ് സുന്നത്ത്. അത് വലത്തോ ഇടത്തോ ഉള്ള കൈയിന്റെ ചെറുവിരലിന് മോതിരം ധരിക്കലാണ് സുന്നത്ത്. ചെറുവിരലല്ലാത്ത വിരലുകൾക്ക് ധരിച്ചാൽ അത് ഒന്നുകിൽ കറാഹത്ത് അല്ലെങ്കിൽ ഹറാം. അപ്പൊ ചെറുവിരലിനാണ് ആണുങ്ങൾ മോതിരം ധരിക്കേണ്ടത്. അത് വെള്ളിയുടേതാണ് വേണ്ടത്. ചില ആളുകൾ തമ്പാക്ക്, എന്ത് തമ്പാക്ക്, വേറെ ചില ആളുകൾ വേറെ എന്തെങ്കിലും ലോഹം, എന്തിന്? അതൊന്നും സുന്നത്തല്ല. സുന്നത്ത് വെള്ളിയുടെ ഒരു മോതിരം സുന്നത്ത്. അത് ചെറുവിരലിൽ, വലത്തെ ചെറുവിരലിനാ കൂടുതൽ നന്നായി, എടുത്താണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മോതിരം ധരിച്ചിരുന്നു. ആ മോതിരത്തിന്റെ മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പേരും നബി സല്ലല്ലാഹു നിങ്ങളുടെ പേരുമൊക്കെ സീല് പതിക്കാൻ വേണ്ടി വെക്കുന്നത് പോലെ അതിന്റെ മേൽ അച്ചു നിരത്തിയിരുന്നു. എന്നാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മോതിരം, ആ മോതിരത്തിന്റെ മേലെ ബഹുമാനപ്പെട്ടവരുടെ സീലായി മഹാനവറുകൾ കൊടുത്തിരുന്ന അച്ച് കഫാ ബില്ലാഹി സിഖതൻ ലി മുഹമ്മദ് ബിൻ ഇദ്രീസ്. മുഹമ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ബിൻ ഇദ്രീസിന് ഉറപ്പായി അല്ലാഹു മതി, അഥവാ അല്ലാഹുവിലാണ് എന്റെ മുഴുവൻ ഉറപ്പും എന്ന ആ വാചകമായിരുന്നു മഹാനവറുകളുടെ മോതിരത്തിൽ ബഹുമാനപ്പെട്ടവർ അച്ചു നിരത്തിയിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 15ാമത്തെ വയസ്സായപ്പോൾ മക്കയിലുള്ള മഹാപണ്ഡിതന്മാർ മഹാനവറുകളെ ഏത് വിഷയം ചോദിച്ചാലും മറുപടി പറയാനുള്ള മുഫ്തിയായി തീരുമാനിച്ചു. 15ാമത്തെ വയസ്സിൽ നമ്മൾ ദർശിച്ചേരാൻ പോന്നേ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്, 15ാമത്തെ വയസ്സിൽ മുഫ്തിയായി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലുള്ള അന്ന് ആ കാലഘട്ടത്തിലുള്ള മഹാപണ്ഡിതന്മാർ നിശ്ചയിച്ചു. കുറച്ച് മുന്നോട്ടിരുന്ന മക്കളെ, ബഹുമാനപ്പെട്ടവർ 15ാമത്തെ വയസ്സിൽ തന്നെ മുഫ്തിയായി. 17ാമത്തെ വയസ്സ് ആകുമ്പോഴേക്ക് മഹാനവറുകൾ മക്കയിലുള്ള പണ്ഡിതന്മാരിൽ നിന്നും മറ്റുമുള്ള സർവ്വ ഇൽമുകളും ഗ്രഹിച്ചതിന് ശേഷം മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന നാട്ടിലേക്ക്
പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. മദീനയിലേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് മദീനയിലെ ഏറ്റവും വലിയ മുദരിസായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ഒന്ന് ചേർത്ത് കിട്ടണം. മദീന എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്താകുന്ന സമയത്ത് 12,000-ഓളം സഹാബികൾ അവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാർ മദീനയിൽ 12,000-ഓളം സഹാബികൾ അവിടെ ഉണ്ട്. അത്രയും സഹാബികൾ അപ്പോഴുള്ളവർ അതാ അവരുടെ കാലഘട്ടത്തിൽ അവരുടെ ശിഷ്യന്മാർക്ക് അവർ പഠിപ്പിച്ചു കൊടുത്ത ഇൽമു എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ആ സഹാബികൾ മുഖേന മദീന നിവാസികൾക്ക് ലഭിച്ച ഇൽമു എനിക്ക് ലഭിക്കണം എന്ന നിലക്ക് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് അതാ വീണ്ടും യാത്ര ചെയ്യുകയാണ്. പോകുന്ന സമയത്ത് മക്കയിലെ ഭരണാധികാരിയിൽ നിന്നൊരെഴുത്ത് വാങ്ങി. ആ ഒരെഴുത്ത് മദീനയിലെ ഭരണാധികാരിക്കാണ്. അതിന്റെ പുറമെ മാലിക് റളിയല്ലാഹു അൻഹു വേറെ ഒരെഴുത്തും വാങ്ങി. ബഹുമാനപ്പെട്ടവർ പോയി, ചുരുക്കി പറയട്ടെ, മദീനയിൽ ചെന്ന് മദീനയിലെ ഭരണാധികാരിയെ സമീപിച്ച് എഴുത്തു കൊടുത്തു. എഴുത്തു തുറന്ന് വായിച്ചു നോക്കുമ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്ന ഈ ചെറിയ കുട്ടിയെ ചേർത്ത് കൊടുക്കണം എന്നാണ് ആ എഴുത്തിലുള്ളത്. ആ എഴുത്ത് കണ്ടപ്പോ മദീനയിലെ ഭരണാധികാരി പറഞ്ഞുപോയി, 2 കാലിനും ചെരുപ്പില്ലാതെ ഞാൻ മക്കയിലേക്ക് നടന്നു ചെല്ലണമെന്നാണ് ഈ എഴുത്തിലുള്ളതെങ്കിൽ അതെനിക്ക് വലിയ പ്രശ്നമല്ല. പക്ഷേ എനിക്ക് വലിയ പ്രശ്നം മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്ന് ഒരു കാര്യം ബോധിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള വിഷയമാണ്. മാലിക് ഇമാമിനെ ഒന്ന് കണ്ടുകിട്ടാൻ തന്നെ വലിയ പ്രയാസമാണ്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണല്ലോ. ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, നിങ്ങൾ ഇവിടുത്തെ ഭരണാധികാരിയല്ലേ, മാലിക് ഇമാമിനൊന്ന് ഇങ്ങോട്ട് വിളിച്ചാ പോരെ? അപ്പോഴാണ് ഭരണാധികാരിയുടെ മറുപടി, വിളിച്ചാ വരല് പോകട്ടെ, നമ്മൾ ചിലപ്പോ ചെന്നാൽ വാതിൽ തുറന്നു കിട്ടൂല, നമ്മൾ ചെന്നാൽ തന്നെ ചിലപ്പോ വാതിൽ തുറന്നു കിട്ടൂല, കിട്ടിയാൽ തന്നെ സംസാരിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല. ഏതായാലും നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ദർസിലേക്ക് പോയി. കാരണം ദുന്യാവിലെ ഭരണത്തിനോ ദുന്യാവിലെ പണത്തിനോ സ്ഥാനം കൊടുത്തുകൊണ്ടല്ല ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം ഇൽമിന് വേണ്ടി തന്നെ മാറ്റിവെച്ചതാണ്, ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. ഞാൻ വലിയ ഭരണാധികാരിയാണെന്ന ഹുങ്കോടുകൂടി, അല്ലെ ഞാൻ വലിയ പണക്കാരനാണെന്ന ഹുങ്കോടുകൂടി അങ്ങ് ചെന്നാലൊന്നും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതിനെ വില വെക്കണമെന്നില്ല. അതേ സമയത്ത് പണമുള്ളവനാണെങ്കിൽ, നല്ല കാര്യത്തിന് ചെലവഴിക്കുന്നവനാണെങ്കിൽ, അതുപോലെ ഭരണമുള്ളവൻ നല്ല കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തുന്നവനാണെങ്കിൽ പടച്ചവന്റെ അടുക്കൽ സ്ഥാനമുള്ളവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല ഹലാലായ കച്ചവടം ചെയ്യുന്നവൻ അവൻ അല്ലാഹുവിന്റെ മുന്നിൽ അവന്റെ ഹക്കുകളൊക്കെ വീട്ടി ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ട് ചെയ്യുന്നവനാണെങ്കിൽ അവൻ ഔലിയാക്കളുടെ കൂടെ അമ്പിയാക്കളുടെ കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണക്കാരൊക്കെ മോശമാണെന്ന് കരുതരുത്, പണക്കാരെയൊക്കെ അവഗണിക്കണമെന്ന് കരുതരുത്, പാവപ്പെട്ടവരെ അവഗണിക്കണമെന്ന് പണക്കാരും കരുതരുത്. അല്ലാഹുവിന്റെ അടുക്കൽ ആരാണ് വലുതെന്ന് നമുക്കറിയില്ല. പക്ഷേ പണത്തിന് പ്രസക്തി നൽകി, അതേ പാവപ്പെട്ടവർക്ക് പ്രസക്തി നൽകാതെ, അല്ലെങ്കിൽ അധികാരത്തിന് പ്രസക്തി നൽകി അധികാരമില്ലാത്തവരെ അവഗണിക്കുന്നൊരു സ്വഭാവം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോ ലോകത്തുള്ള ഒരു ഇമാമിങ്ങൾക്കോ ഉണ്ടായിട്ടില്ല. അവർ ഈമാനിന്റെ പേരിലുള്ള സ്നേഹം, തഖ്വയുടെ പേരിലുള്ള സ്നേഹം, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ പേരിലുള്ള സ്നേഹം, ദീനിനു വേണ്ടി ചെലവഴിക്കുന്നതിന്റെ പേരിലുള്ള സ്നേഹം, ആ സ്നേഹമാണ് അവർക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഏതായിരുന്നാലും മാലിക് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പോയി. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ആ ചരിത്രം ഇങ്ങനെ പറയുകയാണ്. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഭരണാധികാരി അവിടെ ചെന്നു. ഷാഫി ഇമാം പറഞ്ഞു, വറക്കിബ്നാ ജമീഅൻ, ഞങ്ങൾ ഒന്നായിട്ട് വാഹനത്തിൽ കയറി. അങ്ങനെ അസറിന്റെ സമയമാണ് ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് എനിക്ക് തന്നത്, അതനുസരിച്ച് ഞങ്ങൾ രണ്ടാളും കൂടി ഒന്നായിട്ട് പോയി. അവിടെ ചെന്നിട്ട് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ വാതിലിന് മുട്ടി. ഫഖറജത് ഇലൈനാ ജാരിയത്തുൻ സൗദാ, ഒരു അടിമ സ്ത്രീ പുറത്തേക്ക് വന്നു. ആ അടിമ സ്ത്രീ പുറത്തു വന്നപ്പോ
മക്കയിലെ ഗവർണർ പറഞ്ഞു, മദീനയിലെ ഗവർണർ പറഞ്ഞു, ഖൂലീലി മൗലാക്കി ഇന്നി ബിൽ ബാബ്, ഞാൻ വാതിൽക്കൽ നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ ഉടമസ്ഥനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനോട് പറയണം. ആ സ്ത്രീ അങ്ങോട്ട് കടന്നുപോയി, അടിമ സ്ത്രീ കടന്നു ചെന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ആ സ്ത്രീ ഇറങ്ങി വന്നു. അവൾ വന്നിട്ട് പറഞ്ഞു, ഇന്ന മൗലാ യഖറഉ അലൈക്കസ്സലാം, എന്റെ മൗല ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഗവർണറായ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. വയഖൂൽ, എന്നിട്ട് ഉസ്താദ് പറഞ്ഞത്, ഇൻകാനത്ത് മസ്അല ഫർഫഅഹാ ഫീ റുഖയത്തിൻ, നിങ്ങൾ എന്തെങ്കിലും ഒരു മസ്അല ചോദിക്കാൻ വന്നതാണെങ്കിൽ അതൊരു കടലാസിൽ എഴുതി ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. യഖ്റുജു ഇലൈക്കൽ ജവാബ് അല്ലെങ്കിൽ യുഖ്റുജു ഇലൈക്കൽ ജവാബ്, നിങ്ങൾക്ക് മറുപടി ഇങ്ങോട്ട് എഴുതി കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ഒരു കടലാസിൽ എഴുതി ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. വൈകാനലിൽ ഹദീസ്, അല്ല നിങ്ങൾ ഹദീസ് കേട്ട് പഠിക്കാൻ മുതഅല്ലിമായിട്ട് വന്നതാണോ? ഫഖദ് അറഫ്ത യൗമൽ മജ്ലിസി, അത് നിങ്ങൾക്കറിയാലോ ഏത് ദിവസമാണ് സിറ്റിംഗ് എന്ന് അറിയാലോ. അത് ദർസിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് വന്നാലും ദർസ് കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മസ്അല ചോദിക്കാൻ വന്നാണെങ്കിൽ എഴുതി വന്നാൽ ഇപ്പൊ തന്നെ മറുപടി അങ്ങോട്ട് തരാം. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള മദീനയിലെ ഗവർണർ പറഞ്ഞു, ഖൂലി ലഹു, നിങ്ങൾ ഉസ്താദിനോട് പറയണം, ഇന്ന മഈ കിതാബ്, എന്റെ കൂടെ ഒരു എഴുത്തുണ്ട്. ഇന്ന മഈ കിതാബ വാലി മക്ക, മക്കയിലെ ഗവർണറുടെ ഒരു കത്തുണ്ട്. നിങ്ങൾക്കതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം അതിൽ എഴുതിയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോ ഈ സ്ത്രീ വീണ്ടും തിരിച്ചുപോയി. പിന്നെ ഒരു വലിയ കസേര എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. ആ കസേര കൊണ്ടുവന്ന് വീട്ടിന്റെ മുൻഭാഗത്ത് അവിടെ വെച്ചു. പിന്നെ അതാ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ثم إذا أنا بمالك قد خرج وعليه المهابة والوقار وهو شيخ طويل مسنون اللحية. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കാണുമ്പോ തന്നെ വല്ലാത്ത ഗാംഭീര്യമുള്ള ഒരു പണ്ഡിതൻ, വല്ലാത്ത ഗാംഭീര്യമുള്ള നല്ല പൊക്കമുള്ള ഒരു പണ്ഡിതൻ. ബഹുമാനപ്പെട്ടവർ അതാ നല്ല നീണ്ട താടിയുമായി മഹാനവറുകൾ ഇറങ്ങിയിങ്ങ് വരുന്നു. വലിയ നീളക്കുപ്പായവും തലേക്കെട്ടുമൊക്കെ ഉള്ളതിന്റെ പുറമെ ഒരു തൈലസാൻ തലേക്കെട്ടിന്റെ മേലെ പുതച്ചിട്ടുമുണ്ട്. അങ്ങനെ വന്ന് അവിടെ കസേരയിൽ ഇരുന്നപ്പോ ഈ എഴുത്ത് ഗവർണർ അങ്ങ് കൊടുത്തു. ആ കത്ത്, ഗവർണർ കൊടുത്ത കത്തിങ്ങനെ വായിച്ചപ്പോൾ ആ കത്തിൽ ഇന്ന ഹാദാ റജുലുൻ മിൻ അംരിഹി വഹാലിഹി എന്ന് പറഞ്ഞിട്ട് എന്നെ സംബന്ധിച്ച് മക്കയിലെ ഗവർണർ എഴുതിയ വാചകങ്ങളുണ്ട്. ആ വാചകങ്ങൾ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ ആ കത്ത് ആ കത്ത് അവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അവസാറ ഇൽമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂഖദു ബിർറസാഇൽ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമ് അതിങ്ങനെ കത്ത് കൊടുത്തയച്ചിട്ടും റെക്കമെൻഡ് ചെയ്തിട്ടുമൊക്കെ തേടുന്ന കാലം വന്നോ? ഇത്രയും ആലിമീങ്ങൾ കുറഞ്ഞു പോയോ? എന്താണ് ഈ കാണുന്നത്? റെക്കമെൻഡ് ചെയ്തിട്ടാണോ ഇൽമു പഠിക്കുന്ന കാലം വന്നുപോയോ എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്. അതിനുശേഷം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിങ്ങനെ ഗവർണറെ നോക്കുമ്പോ എന്തൊരു ബഹുമാനമാണ് മദീനത്തെ ഗവർണർക്ക് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോടുള്ളത്. ഗവർണർക്കൊന്നും പറയാൻ ധൈര്യമില്ല, മാലിക് റളിയല്ലാഹു അൻഹുവിനോടൊന്നും പറയാൻ ധൈര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഫതഖദ്ദംതു ഇലൈഹി, ഞാൻ വേഗം, ഞാൻ കുട്ടിയാണല്ലോ, ഞാന് മാലിക് ഇമാമിന്റെ അടുക്കൽ നേരെ അങ്ങ് കയറി ചെന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു, അസ്ലഹക്കല്ലാഹ് ഇന്നി റജുലുൻ മുത്തലിബിയുൻ, ഇന്നി റജുലുൻ മുത്തലിബിയുൻ, ഞാൻ ഖുറൈശി തറവാട്ടിൽപ്പെട്ട മുത്തലിബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറവാട്ടിൽപ്പെട്ട തങ്ങന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാ. വമിൻ ഹാലി വഖിസ്സത്തി, എന്റെ ചരിത്രവും സംഭവം എങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ ജോറായിട്ട് സംസാരിച്ചു. ഫലമ്മാ അൻ സമിയ കലാമി നളറ ഇലയ്യ സാഅതൻ, എന്റെ സംസാരമൊക്കെ കേട്ടപ്പോ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എന്നെ ഒന്ന് ശരിക്ക് തുറിച്ചു നോക്കി. ആ നോട്ടം വല്ലാത്ത നോട്ടമാണ്. ആ നോട്ടത്തിൽ എന്നോട് ചോദിച്ചു, മസ്ബുക്ക, നിന്റെ പേരെന്താ കുട്ടി? ഞാൻ പറഞ്ഞു മുഹമ്മദ്. അപ്പോൾ അത് കേട്ടപ്പോ എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ മുഹമ്മദേ. വജ്തനിബിൽ മഅസിയ, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കണേ മുഹമ്മദേ. ഫഇന്നഹു സയകൂനു ലക ശൈഉൻ മിനശ് ശൈരി,
നിങ്ങൾക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ ഭാവിയുണ്ട് മുഹമ്മദേ. ഇസ്ലാമിക ചരിത്രത്തിൽ നിങ്ങൾക്ക് വലിയ ഭാഗ്യമുണ്ട്, വലിയ ഭാവിയുണ്ട് മുഹമ്മദേ. അതുകൊണ്ട് ഒരു തെറ്റും വന്നു പോകാതെ അല്ലാഹുവിനെ സൂക്ഷിച്ച് നിങ്ങളെ ജീവിതം നയിക്കണേ മുഹമ്മദേ. എന്നോട് ആദ്യമായി തന്നെ നൽകിയ ഉപദേശമാണ്. പിന്നീട് പറഞ്ഞു, നിങ്ങളെ ആദരിക്കുന്നു. ഇദാ കാന ഗദ്, നിങ്ങൾ നാളെ നേരം വെളുത്താൽ വന്നോ എന്റെ അടുക്കൽ വെച്ച് ഓതിക്കോളൂ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്താ ഓതേണ്ടത്? കിതാബുൽ മുവത്ത. കിതാബുൽ മുവത്ത ഓതണം. ശാഫിഈ റളിയല്ലാഹു പറഞ്ഞു, ഞാനത് മനഃപ്പാടമാക്കിയിട്ടാണ് വരുന്നത്, മക്കയിൽ നിന്ന് അത് മനഃപ്പാടമാക്കിയിട്ടാണ് വരുന്നത്. എന്നാലും ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ദർസിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ഒരിക്കൽ ഓതിയ കിതാബ് രണ്ടാമത് ഓതുമ്പോ ഒരു മടിയും തോന്നേണ്ടതില്ല. മനഃപ്പാടമാക്കിയ കിതാബ് വന്നിട്ട് ഓതിയ ആളാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ഒരു അൽഫിയ 100 ബൈത്ത് കഴിഞ്ഞിട്ട് രണ്ടാമതൊന്നും കൂടി ഓതിക്കോ എന്ന് പറയുമ്പോ ചില മുതഅല്ലിമീങ്ങൾക്ക് എന്തോ ഒരു ബേജാറാണ്. ഫത്ഹുൽ മുഈൻ ഒന്നും കൂടി ഓതിക്കോ എന്ന് പറഞ്ഞാൽ വലിയ ബേജാറാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മനഃപ്പാടമാക്കി വന്നതാണ് മുവത്ത. അത് രണ്ടാമത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ച് ഓതുകയാണ്. ബഹുമാനപ്പെട്ടവര് പറയുന്നു, ഓരോ ദിവസവും ഞാൻ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ പങ്കെടുത്ത് ഞാൻ വായിച്ചു കൊടുക്കുന്നു. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു കേൾക്കുന്നു. ആ സമയത്ത് എനിക്ക് അവിടുത്തെ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് തന്നെ എത്രയെത്ര ഇൽമാണ് ലഭിച്ചിട്ടുള്ളത്. ധാരാളം ഇൽമ് ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് വരെ, ഹിജ്റ 179 മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 29 വയസ്സാ. ആ 29 വയസ്സ് വരെ മദീനയിൽ തന്നെ ഉസ്താദിന്റെ കൂടെ അവിടെ കൂടി, വേറെ എവിടെയും പോയില്ല. അവിടെ നിന്ന് അതാ മദീന ശരീഫിലുള്ള ഇൽമ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റ് പണ്ഡിതന്മാരിൽ നിന്നുമൊക്കെ എല്ലാ ഇൽമും, മദീനയിലെ ഇൽമു മുഴുവനും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സമ്പാദിച്ചു. സുബ്ഹാനല്ലാഹ്. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പ്രത്യേകം മദീന നിവാസികളെയും മദീനയെയും ബഹുമാനിക്കാറുണ്ട്. മഹാനവറുകളുടെ വാചകത്തിൽ ഖാല ബഅദു അസ്ഹാബിന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം മദീന നിവാസികളായ പണ്ഡിതന്മാരാണ്. അതേസമയത്ത് മഹാനവർ ഖാല ബഅദുൻ നാസ് എന്ന് പറഞ്ഞാൽ ഇറാഖിക്കാരായ പണ്ഡിതന്മാരാണ് ഉദ്ദേശം. മദീനക്കാർക്ക് അവിടുത്തെ വാചകത്തിൽ തന്നെ പ്രത്യേകം പരിഗണന കൊടുക്കുന്ന ആളാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഉപദേശം നൽകുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞു ശിഷ്യന്മാരോട്. യൂനുസ് ഇബ്നു അബ്ദുല്ലാ എന്ന ശിഷ്യൻ പറഞ്ഞത് കാണാം. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്, മോനെ മാ ഉരീദു ഇല്ലാ നുസ്ഹക, നിന്നെ ഉപദേശിക്കൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിന്റെ നന്മയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. മാ വജത്ത അലൈഹി മുതഖദ്ദിമീ അഹ്ലൽ മദീന, മദീനയിലെ മുൻഗാമികളെ നിങ്ങൾ എങ്ങനെയാണോ കണ്ട് മനസ്സിലാക്കിയത്, ഫലാ യദ്ഖുൽ ഖൽബക ശക്കുൻ അന്നഹുൽ ഹഖ്, ഒരിക്കലും തന്നെ മദീനയിലെ മുൻഗാമികൾ ചെയ്തതിനെതിരായി ഒരിക്കലും നിന്റെ മനസ്സിലൊരു സംശയം വന്നു പോകരുത് മോനെ. മദീനയിലെ മുൻഗാമികൾ എന്താണോ ചെയ്തത് അതായിരിക്കും ഹഖ് എന്നതിൽ നിനക്ക് സംശയം വന്നു പോകരുത് മോനെ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം. സഹോദരന്മാരെ, മുൻഗാമികളെ വിട്ടുകൊണ്ടൊരു ദീനില്ല. മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ ദീന് പിൻഗാമികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫിബ്തിദാഇ മൻ ഖലഫ്. മുൻഗാമികളെ ഇൽമാണ് ഇൽമ്, മുൻഗാമികൾ പഠിപ്പിച്ചതാണ് ദീന്. പുതുതായിട്ട് ഏതെങ്കിലും കക്ഷികൾ വന്ന് പുതിയത് പറയുമ്പോൾ അതിന്റെ പിന്നാലെ ഹഖിന്റെ ആൾക്കാരൊരിക്കലും പോകാൻ നിവൃത്തിയില്ല. ഇരിക്കട്ടെ, അത് തന്നെയല്ലേ കാന അസഹ ഇൽമ മൻ തഖദ്ദമ. അൽഫീൽ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതല്ലേ മുൻഗാമികളുടെ ഇൽമിന്റെ മഹത്വം എത്രയാണ്, മുൻഗാമികളായ ആളുകളുടെ ബഹുമാനം എത്രയാണ്. ആ മുൻഗാമികളെ വിട്ടുകൊണ്ട് ഒരിക്കലും ഹക്കുണ്ടാകുമെന്ന് നീ കരുതരുതെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പ്രത്യേകം ഉപദേശം നൽകുകയാണ്. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സാമ്പത്തികമായി വളരെ പ്രയാസമുള്ള ആളാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ബഹുമാനപ്പെട്ടവർക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിപ്പോയി. മാലിക് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് വരെ മദീനയിൽ കൂടിയ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പിന്നീട്
ഒരു ജോലി ആവശ്യാർത്ഥം യമനിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ജീവിതത്തിന് വകുപ്പില്ലാത്ത കാരണം കൊണ്ട് യമനിലെ ഗവർണർ വിളിച്ചതനുസരിച്ച് ബഹുമാനപ്പെട്ടവർ അവിടെ ജോലിക്ക് പോയി. അവിടെ പോയി ജോലി നോക്കുന്ന സമയത്ത് അവിടെ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ, അതിന്റെ കാര്യങ്ങൾക്ക് ഖളാ നടത്താൻ, വിധി കൽപ്പിക്കാൻ ജഡ്ജിയായോ മറ്റോ ഉള്ള ജോലിയാണ്. ആ ജോലി കിട്ടിയപ്പോ ചുരുങ്ങിയ സമയം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു യമനിൽ ഖാദിയായി നിന്നു. ആ ഖാദി എന്ന തസ്തികയിൽ ബഹുമാനപ്പെട്ടവർ നിന്നപ്പോ മഹാനവറുകളെ സംബന്ധിച്ച് ലോകമൊട്ടാകെ പ്രശസ്തമായി പോയി. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഗവർണർക്കും ഗവൺമെന്റിനും എല്ലാവർക്കും പറയാനുള്ളത്, ഇത്ര നന്നായി കാര്യം ഗ്രഹിച്ച് വിധിക്കുന്ന ഒരു ജഡ്ജി, ഇത്രയും നന്നായി പെരുമാറുന്ന ഒരു ഖാദി, ഇത്രയും ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു ഖാദി എന്ന നിലക്ക് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് വലിയ ബഹുമാനം, എല്ലാവരുടെ അടുക്കലും അംഗീകാരം ലഭിച്ചു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, എന്റെ ഉമ്മ എന്നെ സംരക്ഷിക്കാൻ ആവശ്യമായതൊന്നും തരാൻ എന്റെ ഉമ്മയുടെ കയ്യിലില്ലാത്ത സമയത്ത് ഉമ്മ സ്വന്തം വീട് പണയം വെച്ചു. എന്നിട്ട് ഉമ്മ ഉമ്മയുടെ കൂടെ എന്നെ ചുമന്നു. പിന്നീട് എനിക്കൊരു ജോലി കിട്ടി, ഖാദിയായി ജോലി കിട്ടി. ഫഹുമിത്തു ഫീഹി ഫസാദനി, എന്റെ ജോലിയിൽ, എന്റെ കൃത്യനിർവഹണത്തിൽ ഞാൻ വളരെ നന്നായി എന്റെ കൃത്യനിർവഹണം നടത്തിയതിനാൽ ഫസാദനി, അവിടുത്തെ മാനേജ്മെന്റ് ഗവൺമെന്റ് ആണല്ലോ, ആ ഗവൺമെന്റ് എനിക്ക് നേരത്തെ ഉള്ള തുകയേക്കാൾ വലിയ തുക കൂടുതൽ എനിക്ക് അനുവദിച്ചു തന്നു എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഒരേ ജോലിയിൽ തന്നെ നിർത്തപ്പെട്ട വ്യക്തികൾ ജോലിയിൽ വളരെ ആത്മാർത്ഥത കാണിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ലവരാണ് എന്നതിന്റെ തെളിവാണ്. ജോലിയെടുക്കുന്ന ആളുകൾ അവർ ഏറ്റവും ആത്മാർത്ഥത കാണിക്കുകയും അവരുടെ സമയങ്ങൾ നിശ്ചയിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ സമയം ജോലിയിൽ അവർ കൂടുതൽ ആത്മാർത്ഥത കാണിച്ചു നിൽക്കുകയും ചെയ്യുക എന്നത് സാലിഹീങ്ങളുടെ ലക്ഷണമാണ്, നല്ലവരുടെ ലക്ഷണമാണ്. അങ്ങനെ ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ അവർക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കണം എന്നതിനും ഈ ചരിത്രം തെളിവാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കുറച്ചു കാലം അവിടെ, കുറഞ്ഞ സമയം അവിടെ നിന്നു. പക്ഷേ അതിനുശേഷം മക്കയിലേക്ക് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വന്നപ്പോ ഉസ്താദ് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഖദ് ബലഗനി ഹുസ്നു മൻ തസറ അൻക, നിന്നെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രവർത്തനത്തിൽ, ജോലിയിൽ വളരെ ആത്മാർത്ഥത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ വളരെ നിഷ്പക്ഷമായി വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും കാര്യം പഠിച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ എന്നും അങ്ങനെ തുടങ്ങി നിങ്ങളെ സംബന്ധിച്ച് നല്ല അഭിപ്രായം എനിക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് ലോകമൊട്ടാകെ നിങ്ങളെ കുറിച്ച് പരന്നിട്ടുണ്ട്. വമാ അദ്ദൈത കുല്ലല്ലദീ ലില്ലാഹി അലൈക, അതേ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണ്? നിങ്ങൾക്ക് നല്ല അഭിപ്രായം ജനങ്ങളിൽ നിന്ന് കിട്ടി, നിങ്ങൾക്ക് സമ്മാനവും കിട്ടി, നിങ്ങൾക്ക് ആ തൊഴിലും കിട്ടി, ശരിയാണ്. പക്ഷേ ഫലാ തൗദ്, മോനെ, ഇനിമേലിൽ ആ ജോലിക്ക് പോകരുത് കേട്ടോ. ഉസ്താദിന്റെ വസിയ്യത്താണ്, ഇനി മോനാ ജോലിക്ക് പോകണ്ട. എന്താ കാരണം ഇവിടെ ഒരു ജോലിയും എടുത്ത് മുന്നോട്ട് പോകേണ്ട ആളല്ല നിങ്ങൾ സമുദായത്തിനാവശ്യമുള്ള ആളാണ്, സമൂഹത്തിനാവശ്യമുള്ള ആളാണ്. ഒരു ജോലി ഏറ്റെടുത്തിട്ട് അതിന്റെ ശമ്പളവും വാങ്ങിപ്പോയാ പോരാ. ഈ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഇൽമ് എത്തിച്ചു കൊടുക്കാനുള്ള വലിയ ഒരു ഡ്യൂട്ടി അല്ലാഹു അങ്ങേക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ജോലിയും ഏറ്റെടുത്ത് അവിടെ കൂടിയാൽ പറ്റില്ല. നിങ്ങൾ ആ ജോലിയിൽ നിന്ന് രാജിവെച്ച് വരികയാണ് വേണ്ടതെന്ന് മഹാനായ ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ ഉപദേശിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ അതോടുകൂടെ ജോലി നിർത്തി. മഹാനവറുകൾക്ക് പിന്നീട് ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു ജല്ല ജലാലുഹു ഇൽമിന്റെ രംഗത്ത് നിന്ന് മറ്റൊരു നാടായ സ്ഥലത്തേക്ക് പോയപ്പോൾ ഞങ്ങളും അവിടുത്തോടു കൂടെ അങ്ങോട്ട് പോവുകയാണ് പഠിക്കാൻ വേണ്ടി ചെയ്തത്. കാരണം അതുപോലൊരു പണ്ഡിതനെ ആ കാലഘട്ടത്തിൽ
ഇത്ര വലിയ വലിയ പണ്ഡിതന്മാരുള്ള കാലഘട്ടത്തിൽ അതുപോലെ ഇൽമുള്ള ഒരു പണ്ഡിതന്, അതുപോലെ ഖുർആൻ മനസ്സിലാക്കുന്ന ഒരു പണ്ഡിതന്, അതുപോലെ ഹദീസിൽ നിയമം കണ്ടെത്താൻ കഴിയുന്ന ഒരു പണ്ഡിതന്, അതുപോലെ ഭാഷാ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതന്, അതുപോലെ അതാ ബുദ്ധിശക്തിയുള്ള ഒരു പണ്ഡിതന് ലോകം വേറെ കണ്ടിട്ടില്ല, അതിനുശേഷവും കണ്ടിട്ടില്ല. ഞങ്ങൾ അതാ അവിടുത്തേക്ക് അവിടുത്തോട് കൂടെ പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് ചെയ്തതെന്ന് മഹാനായ ഇമാം ഹുമൈദി റളിയല്ലാഹു തആല അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തിയിട്ട് ധാരാളം എഴുതിയത് കാണാം. ആ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ വന്നപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ദർസ് നാദാപുരത്ത് വെച്ച് വഅദ് പറയുമ്പോ 7 ദിവസത്തെ വഅദിന്റെ കൂട്ടത്തിൽ ഒരു ദിവസം ഞാൻ പറഞ്ഞിരുന്നു, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലും ഖുർആനോത്തിലുമൊക്കെ ആയി ഒരുമിച്ച് കൂടി ഒരാൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് സൂര്യൻ ഉദിച്ചതിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചാൽ അദ്ദേഹത്തിന് ഉംറ ചെയ്ത പ്രതിഫലം കിട്ടും എന്ന് ഞാൻ എന്റെ വഅദിൽ പറഞ്ഞിരുന്നു. ഇപ്പൊ അടുത്ത് ഒരു ദിവസം ഒരാൾ എന്നെ ടെലിഫോൺ ചെയ്തു. അയാൾ എന്നോട് ചോദിച്ചു, ഞങ്ങള് ആ വഅദ് കേട്ടത് മുതൽക്ക് ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷേ സൂര്യൻ ഉദിക്കുമ്പോ തന്നെ നിസ്കരിക്കലാണ് എന്റെ പതിവ്, അങ്ങനെയാണോ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, സൂര്യൻ ഉദിച്ച് കുറച്ച് ഉയർന്നിട്ടാണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ അയാള് അത് ശരി, എന്നാ പിന്നെ ഇനി അങ്ങോട്ട് അങ്ങനെ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരു പക്ഷേ എന്റെ പ്രസംഗത്തിൽ പറയുമ്പോൾ വിട്ടുപോയതാണോ, അല്ലെങ്കിൽ പറഞ്ഞ അയാൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ അയാൾ ഉറങ്ങിപ്പോയതാണോ എന്നും അറിയില്ല. അയാൾ CD കേട്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് വലിയ ഉംറ ചെയ്ത പ്രതിഫലം കിട്ടുന്ന അമലാണല്ലോ ദിക്റിൽ ഇങ്ങനെ കൂടുക, സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നവരെ. അതിങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും, ഇങ്ങനെയാണല്ലോ ഉള്ളത്. പക്ഷേ നമ്മൾ സാധാരണയായി നമ്മുടെ ഉസ്താദുമാരിൽ നിന്നൊക്കെ നമ്മൾ കണ്ടത് സുബഹി നിസ്കരിച്ച ഉടനെ ജലാലിനി ദർസ് നടത്താൻ ഇരിക്കുന്നതാണ്. ജലാലിനി ദർസ് നടത്താൻ വേണ്ടി ഉസ്താദ് ഇരിക്കുന്നതാണ് നമ്മൾ ഉസ്താദുമാരിൽ കണ്ടത്. ഈ വിനീതനായ ഞാനും സുബഹി നിസ്കരിച്ചാൽ കഴിയുമെങ്കിൽ രാവിലെ ജലാലിനി ദർസ് നടത്തലാണ് കഴിയുമെങ്കിൽ ചെയ്യാറുള്ളത്. അപ്പൊ ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ അതിനെപ്പറ്റി ഒരു സംശയം ഇങ്ങനെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വായിച്ചപ്പോൾ ഞാൻ കണ്ടു, കാന ശാഫിഈ യുസല്ലിൽ ഫജ്റ ഫിൽ മസ്ജിദി ثم ينصرف الى مجلسه فيه ويختلف اليه التلاميذ من كل صنف. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പള്ളിയിൽ സുബ്ഹി നിസ്കരിക്കും, നിസ്കരിച്ചു കഴിഞ്ഞാൽ മഹാനവറുകൾ ദർസിന്റെ മജ്ലിസിലേക്ക് പോകും. ശിഷ്യന്മാർ ഓരോരുത്തരായി ഓരോ വിഭാഗങ്ങൾ ഇങ്ങനെ വരും. ആദ്യം തന്നെ മഹാനവറുകളുടെ മുന്നിൽ വരുന്നത് യബ്ദഉഹു അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ദർസാണ് ആദ്യമായി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നടത്തുന്ന ദർസ്. ഇന്നും നമ്മുടെ പണ്ഡിതന്മാർ അതിരാവിലെ തഫ്സീർ ദർസ് നടത്തുന്നത് കാണാം, ഖുർആനിന്റെ ദർസ്. ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ദർസ് നടത്തി എന്നാണ് ചരിത്രം. അത് കഴിഞ്ഞാൽ ഫൈദാ ത്വലഅത്തി ശംസു, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ജാഅ അഹ്ലുൽ ഹദീസ്, ഹദീസിന്റെ ദർസിന് വേണ്ടി ഹദീസ് ഓതുന്ന കുട്ടികൾ വന്നു. അങ്ങനെ പിന്നീട് അതിനുശേഷം അതാ അറബി ഭാഷ നഹ്വും സർഫൊക്കെ പഠിക്കുന്നല്ലോ, അങ്ങനത്തെ പഠിക്കുന്ന കുട്ടികൾ വന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം റബീ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ടവർ അങ്ങനെ ധാരാളം ദർസ് നടത്തി, ധാരാളം ചർച്ച ചെയ്തു, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇൽമു മനസ്സിലാക്കി, ഹദീസിൽ നിന്ന് ലക്ഷക്കണക്കായ ഇൽമു മനസ്സിലാക്കി, ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചു. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ്, നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആനിൽ അന്തർലീനമായി കിടക്കുന്ന ഇൽമ്, ഹദീസിൽ അന്തർലീനമായി കിടക്കുന്ന ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശാഫി മദ്ഹബുകാരാണെന്ന് പറയാറുണ്ടല്ലോ. എന്താണ് അതിന്റെ അർത്ഥം? ഞാനൊരു ദിവസം അബൂദാബിയിൽ തിരക്കിട്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരു കാറിൽ കയറാൻ ഒരാൾ ഓടി ഇങ്ങ് വന്നു. എന്നോട് ചോദിച്ചു, 4 മദ്ഹബ് സ്വീകരിക്കണമെന്നുണ്ടോ? ഒരു തിരക്കിന്റെ ഇടയിൽ ഓരോരുത്തരുടെ മസല ചോദിക്കുന്ന ഒരു കോലം. മാലിക് ഇമാമിന്റെ അടുത്ത് ദർശിച്ചു തരാൻ വേണ്ടി പോയ രൂപ ഞാൻ നേരത്തെ പറഞ്ഞത്. ഓരോരുത്തർ മസല ചോദിക്കുന്ന രൂപ, ചിലര് ടെലിഫോണിലൊക്കെ വിളിച്ചിട്ടാ ചോദിക്കാം വലിയ മസലകൾ. അപ്പോ ചോദ്യമാണ്, പെട്ടെന്ന് വന്ന് ചോദിക്കാം 4 മദ്ഹബ് സ്വീകരിക്കണമെന്നുണ്ടോ? ഞാൻ ഇയാളോട് ചോദിച്ചു, മദ്ഹബ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് അറിയോന്ന്? ഇയാൾ പറഞ്ഞ അറിഞ്ഞൂടാൻ. പിന്നെ നിങ്ങളെന്താ ചോദിച്ചെന്ന് ചോദിച്ചാൽ, മദ്ഹബ് സ്വീകരിക്കണമെന്നുണ്ടോ എന്ന് ചോദിക്കട്ടെ, ആദ്യം മദ്ഹബ് എന്താണെന്ന് അറിയണ്ടേ?
മദ്ഹബ് എന്താണെന്ന് അറിയാത്ത നിങ്ങളപ്പോ മദ്ഹബ് സ്വീകരിക്കണമെന്നുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കണം എന്താണ് മദ്ഹബ്. നമ്മൾ ഷാഫിഈ മദ്ഹബുകാരാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? സഹോദരന്മാരെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നമ്മുടെ കർമ്മപരമായ രംഗത്ത് ഓരോന്നിന്റെയും വിധികൾ പഠിപ്പിച്ചിട്ടുണ്ട്, തീരുമാനം പഠിപ്പിച്ചിട്ടുണ്ട്. ആ മഹാനവറുകൾ എടുത്ത തീരുമാനങ്ങൾക്കാണ് ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്നത്. ഫത്ഹുൽ മുഈൻ ഓതിയ കുട്ടികൾക്കറിയാം. മാ ദഹബ ഇലൈഹി മിനൽ അഹ്കാം, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വിധിച്ച വിധികൾ, അതിനാണ് ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്നത്. ഹനഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിധിച്ച വിധികളാണ്. മാലിക്കി മദ്ഹബ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വിധിച്ച വിധികളാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വിധിച്ച വിധികളാണ്. ഈ വിധികൾ അവർ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ എല്ലാ വിധികളും വ്യക്തമായി പറഞ്ഞിട്ടില്ല, ഹദീസിൽ എല്ലാ വിധികളും വ്യക്തമായി പറഞ്ഞിട്ടില്ല. പിന്നെയോ ഹദീസിലും ഖുർആനിലും വ്യംഗ്യമായ രൂപത്തിൽ എല്ലാ വിധികളും അതിൽ ഉണ്ട്, പക്ഷേ വ്യക്തമായി പല നിയമങ്ങളും പറഞ്ഞിട്ടില്ല. വ്യക്തമായി ഖുർആനിലോ ഹദീസിലോ ഒരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു മദ്ഹബ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന് 5 നേരം നിസ്കരിക്കണമെന്ന് ഖുർആനിലും ഹദീസിലുമുണ്ട്, അതിലൊറ്റ മദ്ഹബേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, റമദാനിൽ നോമ്പെടുക്കണം, ഖുർആനിലും ഹദീസിലുമുണ്ട്, അതിലൊറ്റ മദ്ഹബേ ഉള്ളൂ. സക്കാത്ത് കൊടുക്കണം, ഒറ്റ മദ്ഹബേ ഉള്ളൂ. അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറഞ്ഞ ഒരു വിഷയത്തിലും 4 മദ്ഹബില്ല, ഒറ്റ മദ്ഹബ് മാത്രമേ ഉള്ളൂ. എന്നാൽ ചുരുക്കം ചില കാര്യങ്ങൾ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല, ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അഥവാ ഹദീസിൽ ഉണ്ടെങ്കിൽ തന്നെ ആ ഹദീസ് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞതിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനത്തെ ചുരുക്കം ചില സംഗതികളിൽ 2 മദ്ഹബുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞിട്ടുണ്ട്, അതേ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ വൽമുതല്ലഖാത്തു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ, തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ 3 ഖർഉകൾ കാത്തിരിക്കണം. 3 ഖർഉ എന്ന് പറഞ്ഞാൽ എന്താണ്? അറബി ഭാഷയിൽ മെൻസസിന് ഖർഉ എന്ന് പറയും, 2 മെൻസസിനിടയിലുള്ള ശുദ്ധിക്കും ഖർഉ എന്ന് പറയും. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ ഖുർആനിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശം മെൻസസ് ആണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. മഹദി പറഞ്ഞു ഇവിടെ ഖർഉ കൊണ്ട് ഉദ്ദേശം മെൻസസ് അല്ല, ബാപ്പ പറഞ്ഞതുപോലെയല്ല, മെൻസസിനിടയിലുള്ള ശുദ്ധിയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട അനുയായിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അങ്ങനെ തന്നെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലെ നേതാവാണ്, ആയിഷ ബീവിയും സ്വർഗ്ഗത്തിലെ നേതാവാണ്. പക്ഷെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്ഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബല്ല ആയിഷ ബീവിയുടെ മദ്ഹബ്. ആയിഷ ബീവിയുടെ മദ്ഹബ് അനുസരിച്ച് ഒരു പെണ്ണ് തലാഖ് ചൊല്ലപ്പെട്ടാൽ 3 ശുദ്ധി കഴിഞ്ഞിട്ടേ അവളെ മറ്റൊരു ഭർത്താവ് വിവാഹം കഴിക്കാവൂ എന്നാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണമനുസരിച്ച് 3 മെൻസസ് കഴിഞ്ഞിട്ടേ പറ്റൂ എന്നാണ്, ശുദ്ധിയല്ല. ഇവിടെ നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത്. അതേസമയത്ത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത്. 4 മദ്ഹബും ഹഖാണ്, 4 മദ്ഹബും സഹാബത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് വന്നതാണ്, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കിട്ടിയതാണ്. 4 മദ്ഹബും സത്യമാണ്, അതെല്ലാം ഖുർആനിലും ഹദീസിലും ഉള്ളത് തന്നെയാണ്. ഇപ്പൊ 2 മദ്ഹബ് വന്ന് കണ്ടോ ഇവിടെ. ഇതുപോലെ വളരെ ചുരുങ്ങിയ ചില വിഷയങ്ങളിൽ 3 മദ്ഹബുണ്ട്, വളരെ ചുരുങ്ങിയ ചില വിഷയങ്ങളിൽ 4 മദ്ഹബുണ്ട്. അത് മദ്ഹബിനെ സംബന്ധിച്ച് തന്നെ ഞാൻ പ്രസംഗിച്ച CD ഉണ്ട്, അതിൽ വെച്ചത് പഠിക്കാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറഞ്ഞ വിഷയമല്ല മദ്ഹബായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത്. വ്യക്തമായി പറഞ്ഞ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, വ്യക്തമായി പറഞ്ഞതിൽ ഒറ്റ മദ്ഹബേ ഉള്ളൂ. 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ 4 മദ്ഹബ് എന്ന് പറയുന്നത് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഖുർആനിൽ മനസ്സിലാക്കാൻ സാധിക്കും, അത് 2 നിലക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുണ്ട്, 3 നിലക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, 4 നിലക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചുരുക്കം ചില സംഗതികളുണ്ട്. അതാണ് 4 മദ്ഹബ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ വിഷയത്തിലും 4 മദ്ഹബല്ല, ഖുർആനും ഹദീസുമാണ് അവരുടെ നിദാനം. അതോടുകൂടെ സ്വഹാബത്തിന്റെയും മുൻകാമികളുടെയും ഏകോപിതമായ അഭിപ്രായമാണ് അവരുടെ നിദാനം. ചില സംഗതികള് ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില സംഗതികൾ. ഒറ്റ ഉദാഹരണം, അതും സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു,
നിങ്ങളിൽ ഒരാൾ ഉറങ്ങിയാൽ ഒതു എടുക്കണം. ഉറങ്ങിയാൽ ഒതു എടുക്കണം. മന്നാമ ഫല്യതവൽ, ഉറങ്ങിയവൻ ഒതു എടുക്കട്ടെ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് വിശദീകരിച്ചു. കാരണം കണ്ണ് അത് മനുഷ്യന്റെ മലദ്വാരത്തെ ബന്ദ് ചെയ്യുന്ന അതിന്റെ ചരട എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയാൽ പിന്നെ മലദ്വാരത്തിലൂടെ കാറ്റ് പോയോ ഇല്ലേന്ന് നമുക്കറിയൂല. അതുകൊണ്ട് ഉറങ്ങിയവൻ ഒതുവെടുക്കണം. ഇത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വിഷയമാണ്. അപ്പൊ പിന്നെ അവിടെ ഹദീസ് നോക്കിയാൽ ഉറങ്ങിയവൻ ഒതുവെടുക്കുന്ന ഹദീസിലുണ്ട്. എന്നാ ഒരാൾ ബോധം കെട്ട് വീണാലോ? ഉറങ്ങിയിട്ടില്ല, ബോധം കെട്ടതാ, അയാളെ ഒതു മുറിയോ ഇല്ലേ? ഖുർആൻ അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല, വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഹദീസിന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ ബോധം കെട്ടവൻ ഒതു കൊടുക്കണോ ഇല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രംഗത്ത് വരുന്നത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ബോധം കെട്ടവന്റെയും ഒതു മുറിയും. എന്താ കാരണം? ഉറങ്ങിയവന്റെ ഒതു മുറിയാൻ എന്തെങ്കിലും കാരണോ? അയാളെ ബോധം നഷ്ടപ്പെട്ടതുകൊണ്ട്. ഉറങ്ങിയപ്പോ ബോധം പോയി, അപ്പൊ മലദ്വാരത്തിലൂടെ കാറ്റ് പോയല്ലോ എന്നറിയില്ല. എന്നാ പിന്നെ ബോധം കെട്ടവന്റെ പിന്നെ പറയേണ്ടിയുണ്ടോ? അതെന്തായാലും മുറിയും എന്നുള്ള ഉറപ്പ് തന്നെയല്ലേ. അപ്പൊ ബോധം കെട്ടവന്റെത് മുറിയും. അപ്പൊ അവിടെ വേറൊരു ചർച്ച വന്നു. ഒരാൾക്ക് ഒതു കൊടുത്തതിന് ശേഷം ഭ്രാന്തളകി, കുറച്ചു കഴിഞ്ഞാൽ ഭ്രാന്തക്ക് മാറിപ്പോയി. എന്നാ ആദ്യത്തെ ഒതു കൊണ്ട് നിസ്കരിക്കാവോ? ഷാഫി ഇമാം പഠിപ്പിക്കാൻ നിസ്കരിച്ചൂടാ. അതെന്താ കാരണം? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ ഭ്രാന്തളിയാലും ഒതു മുറിഞ്ഞു പോകുന്നു? ഖുർആനിലുണ്ടോ? ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഹദീസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പക്ഷെ ഷാഫി ഇമാം അവിടുന്ന് മനസ്സിലാക്കുകയാണ്. എന്താ മനസ്സിലാക്കുന്നത്? ഉറങ്ങിയത് കൊണ്ട് എന്തെങ്കിലും ഒതു മുറിയുന്നതിന് കാരണം ബുദ്ധിയുടെ പകുതി നീങ്ങിയത് കൊണ്ട്, വിഷയം അറിയാത്തതുകൊണ്ട്. ഭ്രാന്തായാലും അങ്ങനെ തന്നെയല്ലേ. എന്താ ഞാൻ ചെയ്തെന്ന് ഓർമ്മ ഉണ്ടാവോ? എന്താ സംഭവിച്ചതെന്ന് ഓർമ്മ ഉണ്ടാവോ? അപ്പൊ ഭ്രാന്തന്റെ ഒതുവും ഭ്രാന്ത് കൊണ്ട് മുറിയും. ഷാഫി ഇമാം അതിൽ കണ്ടെത്തുകയാ. ഇങ്ങനെ കണ്ടെത്തുന്നതിനാണ് ഖുർആൻ ഹദീസിൽ നിന്ന് നിയമം കണ്ടെത്തുക എന്ന് പറയും. ആ പരിപാടിയാണ് ഷാഫി ഇമാം റളിയല്ലാഹുവിനെ പോലത്തെ മുജ്തഹിദുകൾ ചെയ്തിട്ടുള്ളത്. എന്താണ് അവർ ചെയ്തത്? അക്കാലഘട്ടത്തിൽ ആവശ്യമുള്ള നിയമം മാത്രമല്ല കണ്ടെത്തിയത്, ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ഉമ്മത്തിന് ആവശ്യമുള്ള മുഴുവൻ നിയമങ്ങളും കണ്ടെത്താനാണ് ഒരുങ്ങിയത്. അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്താനാണ് ഒരുങ്ങിയത്. അതെന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടം വരും, ആലിമീങ്ങൾ ഇമാമിങ്ങളൊക്കെ മരിച്ചു തീർന്നു പോകും. അങ്ങനത്തെ ഒരു കാലം വരും. ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, ഒരൊറ്റ ഇമാമും ഇല്ലാത്തൊരു കാലം വരും. ആ കാലഘട്ടത്തിൽ തഖദന്നാസു റൂസൻ ജുഹാല, മനുഷ്യന്മാര് ജാഹിലീങ്ങളെ പിടിച്ച് നേതാക്കന്മാരാക്കും. ഫസുഇലു, എന്നിട്ട് അവരോട് ചോദിക്കപ്പെടും. ഫഅഫ്തൗ, അവരവരെ ഇഷ്ടാനുസരണം മറുപടി പറയും. ഫദല്ലു ഫഅദല്ലു, അങ്ങനെ മറുപടി പറയുന്ന അവരും പിഴച്ചു. അവരെ മറുപടി കേട്ടിട്ട് ജീവിക്കുന്നവരെ അവർ പിഴപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ വിവരമില്ലാത്തവർ മതം പറയുന്ന ഒരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഇമാമിങ്ങൾ ഇല്ലാത്ത കാലം വരുമ്പോ അന്ന് വിവരം കെട്ടവൻ ഖുർആൻ നോക്കിയിട്ട് ഖുർആൻ ഇങ്ങനെയാ ഉള്ളത് എന്ന് പറയും, ഹദീസ് നോക്കിയിട്ട് ഹദീസിൽ ഇങ്ങനെയാ ഉള്ളത് എന്ന് പറയും. അവന് ഹദീസിന്റെ മാന അറിയില്ല, ഖുർആനിന്റെ യഥാർത്ഥ മാന അവൻ അറിയില്ല. അങ്ങനത്തെ കക്ഷികൾ ഇവിടെ പിഴപ്പിക്കാൻ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അന്നുള്ള ആ മഹാന്മാരായ ഇമാമിങ്ങൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതാ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. 3 നൂറ്റാണ്ടുകൾ എന്റെ നൂറ്റാണ്ട്, അതിന്റെ തൊട്ടടുത്ത നൂറ്റാണ്ട്, അതിന്റെ തൊട്ടടുത്ത നൂറ്റാണ്ട്. ആ 3 നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട്. ആ 3 നൂറ്റാണ്ടിന് ശേഷം സത്യം ചെയ്യാൻ പറയാതെ കള്ളസത്യം ചെയ്യാൻ ആള് വരും. അതുപോലെ തന്നെ സാക്ഷിക്ക് വിളിക്കാതെ സാക്ഷി പറയാൻ ആള് വരും. അങ്ങനെ കള്ളസാക്ഷികളും കള്ളസത്യങ്ങളും നടക്കുന്ന കാലമാണ് 3 നൂറ്റാണ്ടിന്റെ ശേഷമുള്ള കാലമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ കർമ്മകരമായ വിഷയങ്ങൾ മുഴുവനും ലോകത്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചു. അതിന്റെ നിയമങ്ങൾ അടിസ്ഥാനപരമായി അവർ രേഖപ്പെടുത്തി. സദാ വലിയ പണ്ഡിതന്മാര് മുഖേന അത് പിൻതലമുറക്ക് അവരെത്തിച്ചു കൊടുത്തു. അതാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ സേവനം. അവരാ സേവനം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മദ്ഹബിന്റെ ഇമാമിങ്ങളോടുള്ള കടപ്പാട് ചെറുതല്ല. ഇന്നും നിങ്ങൾ നോക്കൂ, മക്കയിൽ ചെന്നാൽ ഹംബലി മദ്ഹബാണ്, UAE-യിൽ ചെന്നാൽ മാലിക്കി മദ്ഹബാണ്, നമ്മൾ പാകിസ്ഥാനിൽ ചെന്നാൽ ഹനഫി മദ്ഹബാണ്, നമ്മളെ നാട്ടിലും ഇന്തോനേഷ്യയിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഷാഫിഈ മദ്ഹബാണ്. ഈ 4 മദ്ഹബിനെ അംഗീകരിച്ചുകൊണ്ടാണ് ലോകം മുഴുക്കെ സർവ്വ ജഡ്ജിമാരും ഇന്നും വിധിക്കുന്നത്, സർവ്വ ഖാദിമാരും വിധിക്കുന്നത്, സർവ്വ ജനങ്ങളും ജീവിക്കുന്നത്. ആ മദ്ഹബിനെ തള്ളിപ്പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇസ്ലാം ദീനില്ല. ഒരാൾ 4 മദ്ഹബും തള്ളി. അപ്പോൾ ഒരു ചങ്ങാതി നോക്കിയപ്പോ തറാവീന്റെ റക്കയത്തിട്ട്, അപ്പൊ മക്കയിൽ മദീനയിലുള്ള തറാവി ഒക്കെ നരകത്തിലേക്ക്.
വേറൊരു ചങ്ങാതി എന്ത് ചെയ്തു? ഖുർആൻ നോക്കി, മദ്ഹബ് തള്ളി. അയാൾ നോക്കിയിട്ട് പറഞ്ഞു അസറുകാരൻ 2 റകഅത്ത്. അയാളെ പിന്നെ കാണാതെയായി പോയത്. 2 റകഅത്തും കണ്ടില്ല, പിന്നെ അയാളെയും കണ്ടില്ല. അപ്പൊ സഹോദരന്മാര്, അയാൾ എന്താ ചെയ്യുക? അയാൾ ഖുർആൻ നോക്കി പറഞ്ഞതാന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, തീരെ നിസ്കാരം വേണ്ടാന്നുണ്ട് കള്ളത്തരീക്കത്തുകാരൻ. അയാൾ നോക്കുന്ന ഖുർആൻ. ഇപ്പൊ നമ്മളെ കക്കാട് തരീക്കത്തുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് ഞാൻ 9 CD പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പോലെ പണ്ഡിതന്മാരെ തള്ളിയിട്ട് പോയാലുണ്ടാവുന്ന ഭവിഷ്യത്താ പറയുന്നത്. കക്കാടിന്റെ തരീക്കത്തുകാരൻ ഇറങ്ങിയിട്ട് എന്താ പറഞ്ഞ? യൂസുഫ് നബി റസൂൽ അല്ലാന്ന് പറഞ്ഞു. അതിനെ സംബന്ധിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കക്കാട് എന്നെ പറഞ്ഞു, ദേഷ്യം പിടിച്ചിട്ട് തലാഖ് ചൊല്ലിയാല്, അത് ദേഷ്യം പിടിച്ചിട്ട് തലാഖ് ചൊല്ലിയാല് പണ്ഡിതന്മാരെ അടുത്തൊന്നും പോയാല് ഒന്നായിട്ട് ജീവിക്കാനുള്ള ഫത്വ കിട്ടൂല. പണ്ഡിതന്മാർ വല്ലാതെ ശുഷ്ക് കാണിക്കുകയാണ്. ശരിക്കും പണ്ഡിതന്മാർക്ക് പിരിവെടുക്കാൻ പോകുന്നതാണ്ട് വേണ്ട പോലെ മതം പറയുന്നില്ല. അതുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് തലാഖ് ചൊല്ലിയാൽ 3 തലാഖും ചൊല്ലിയാലും 3 പോകുമെന്ന് പറഞ്ഞിട്ട് വല്ലാതെ വിഷമിപ്പിച്ചു കളഞ്ഞു സാധാരണക്കാരെ. അതുകൊണ്ട് എന്താ വേണ്ടത്? ദേഷ്യം പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ തലാഖ് ചൊല്ലിയാൽ അതൊക്കെ ഒപ്പിച്ച് വിടുക വേണ്ടത്. കക്കാടിന്റെ വേല തെരീക്കത്ത് കൂടിയ ശേഷമുള്ള വേല ഒപ്പിച്ച് വിടുക വേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സീഡിന്റെ പേര് ഷെയ്ഖിന്റെ ലേഖനവും കക്കാടിന്റെ തലാഖും. കാരണം അയാൾ ഒപ്പിച്ച് വിടണമെന്ന് അയാൾ പറഞ്ഞു ദേഷ്യം പിടിച്ച് തലാഖിയില്ല. ദേഷ്യം പിടിച്ചിട്ടല്ലാണ്ട് ആരെങ്കിലും തലാഖിയല്ലോ? ആരെങ്കിലും ഒരാൾ ദേഷ്യം പിടിക്കാണ്ട് തലാഖിയല്ലോ? ഭാര്യനോട് ദേഷ്യം പിടിക്കാതെ സ്നേഹത്തോടുകൂടെ ആരെങ്കിലും തലാഖിയല്ലോ? നല്ല സ്നേഹത്തോടെ കരളേ എന്ന് പറഞ്ഞ ആരെങ്കിലും തലാഖിയല്ലോ? തലാഖ് ദേഷ്യം പിടിക്കുന്നതല്ലേ തലാഖ് ചെല്ലുക? അത് ഉറപ്പന്നല്ലേ? അതായിരിക്കും അതിരിയാത്തത്. അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് തലാഖ് ചെല്ലിയാൽ അതിന്റെ നിയമം എന്താണ്? അത് ഒതുബാനിന്റെ തലാഖിന്റെ നിയമം എന്താണ്? സഹാബത്തിന്റെ ഫത്വയാ. നമ്മളാരെയും ഇമാമിങ്ങൾ സഹാബത്തുനിന്ന് പഠിച്ചതാ. അതുകൊണ്ട് തന്നെ 4 മദ്ഹബിന് തർക്കല്ല. 4 മദ്ഹബും പറയുന്നു ദേഷ്യം പിടിച്ചവന്റെ തലാഖ് സംഭവിക്കും. എന്താ കാരണം? സഹാബത്ത് അങ്ങനെ ഫത്വ കൊടുത്തിരിക്കുന്നു. ഒരു സഹാബിമാനെതിരായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സഹാബത്തിന്റെ ഇജ്മാ ആണ് എന്നാ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തഫ്സീൽ പറഞ്ഞത്. അപ്പൊ ഇമാമിങ്ങളെ തള്ളിയിട്ട് തരീഖത്ത് പോലും. എന്ത് തരീഖത്ത്? ഇമാമിങ്ങൾ തള്ളിയിട്ട് തരീഖത്തുണ്ടോ? ഇരിക്കട്ടെ സഹോദരന്മാരെ. അപ്പൊ ഇങ്ങനത്തെ ജാഹിലീങ്ങൾ വരും, കക്കാടിന്റെ ശൈഖിനെ പോലത്തെ ജാഹിലീങ്ങൾ വരും. എന്നിട്ട് ഇങ്ങനെ ഫത്വ കൊടുക്കും, അങ്ങനെ ആളുകളെ പിഴപ്പിക്കും. ആ പിഴപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ആ ഇമാമിങ്ങൾ ആ 3 നൂറ്റാണ്ടിൽ അധ്വാനിച്ച്, കേട്ടില്ലേ നിങ്ങൾ, വീടും പണയം വെച്ചിട്ട് അവരധ്വാനിച്ച് പഠിച്ച് ദീനിന്റെ ഇൽമു പ്രചരിപ്പിച്ചു. എന്താണ് അവരെ സൂക്ഷ്മത? കക്കാടിന്റെ തരീഖത്ത് കണ്ടാൽ നിങ്ങൾക്ക് കാണാം ഷെയ്ഖും അന്യപെണ്ണും ഒന്നായിട്ടിരുന്ന ഫോട്ടോ. സുബ്ഹാനല്ലാഹ്. അതുപോലത്തെ ഒരുപാട് സംഭവം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മുമ്പിൽ ഒരു മസ്അല ചർച്ച വരുന്നു. എന്താ ചർച്ച? ഒരു പെൺകുട്ടിക്ക് 2 തലണ്ട്. 2 തലണ്ട പെൺകുട്ടിയെ പറ്റി വിധി പറയണം. 2 തലണ്ട്. ആ തലയിൽ ഒരു തല ഒരാൾ വെട്ടിയാൽ എന്താ നിയമം? നിയമം പറയണ്ടേ? 2 തലണ്ട്, 1 വെട്ടിയാൽ എന്താ നിയമം? 2 തലണ്ട്, 1 കൊടുക്കുമ്പോ 2 മുഖം കഴുകണോ? നിയമം പറയണ്ടേ? അത് ഖുർആൻ നോക്കിയാൽ കാണും. ഖുർആനിലുണ്ടോ 2 തലയുള്ള ആളെ നിയമം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? പക്ഷേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഖുർആനിൽ കണ്ടെത്തും, ഹദീസിൽ കണ്ടെത്തും. അങ്ങനെയാണ് ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പവർ. ഒരു ദിവസം മൂപ്പര് പോയിട്ട് ഒരു സ്ഥലത്തിന് എന്ത് ചോദിച്ചാലും ഞാൻ ഖുർആൻ കൊണ്ട് പറയുന്നത്, ഏത് മസല വെച്ചാലും ഞാൻ ഖുർആൻ കൊണ്ട് പറയും. അപ്പൊ ഒരാൾ വന്നിട്ട് ഷാഫി ഇമാം റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഇഹ്റാം കെട്ടിയാൽ കടന്നലിനെ കൊന്നാൽ അതിന്റെ നിയമം എന്താന്ന് ചോദിച്ചു. ഇഹ്റാം കെട്ടിയാൽ കടന്നലിനെ കൊല്ലാൻ പറ്റുമോ? എന്താണ് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. സുംബൂർ കടന്നലിനെ കൊന്നാലുള്ള നിയമം എന്താണെന്ന് ചോദിച്ചു. എന്ത് ചോദിച്ചാലും ഖുർആൻ കൊണ്ട് മറുപടി വരും, ഹദീസ് കൊണ്ട് മറുപടി വരും, സഹാബത്തിന്റെ ഖൗൽ കൊണ്ട് മറുപടി വരും. നോപ്പര് പറഞ്ഞതാ. അപ്പോഴേ ഒരാൾ ചോദിച്ചതാ, കടന്നൽ ഇഹ്റാം കെട്ടിയാൽ കടന്നലിനെ കൊല്ലുന്ന നിയമം എന്താ? ഉടനെ ഷാഫി ഇമാം ഓതി, വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ കൊണ്ടുവന്ന് സ്വീകരിക്കണം, റസൂൽ എന്താ വിരോധിച്ച് ഒഴിവായിക്കൊള്ളണം. അത് പറഞ്ഞ ഉടനെ ഹദീസിന്റെ പരമ്പര, ഉസ്താദുമാരെ പരമ്പര ഉദ്ധരിച്ചിട്ട് പറയാണ്, ഹദ്ദസനാ സുഫിയാൻ ഇബ്നു ഉയൈന, എന്റെ മക്കയിലെ ഉസ്താദ് സുഫിയാൻ ഇബ്നു റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു വന്നിട്ടുണ്ട്. മഹാനവറുകൾക്ക് ഹദീസ് പറഞ്ഞു കൊടുത്ത് താബിയായ അബ്ദുൽ മലിക് ഇബ്നു ഉമൈർ റബി എന്ന് പറയുന്ന ആളിൽ നിന്ന്, അതേ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അങ്ങനെ താബിഈങ്ങളുടെയും സഹാബത്തിന്റെയും പേരുദ്ധരിച്ചുകൊണ്ട് ഉസ്താദുമാരെ പരമ്പര, എന്റെ ഉസ്താദ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉസ്താദുമാരെ പരമ്പര. ഉസ്താദ് പറഞ്ഞു, ഉസ്താദിന്റെ ഉസ്താദ് അബ്ദുൽ മലിക് പറഞ്ഞു, അവരുടെ ഉസ്താദ് റബീ പറഞ്ഞു, അവരുടെ ജിബിഈ പറഞ്ഞു, അവരുടെ ഉസ്താദ് ഹുദൈഫ റളിയല്ലാഹു അൻഹു സഹാബി പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഖ്തദൂ ബില്ലദീന മിൻ ബഅദി അബീബക്കർ വ ഉമർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ ശേഷം അബൂബക്കറിനെയും ഉമറിനെയും നിങ്ങൾ പിന്തുടരണം. അത് ഒരു ഹദീസ്. ആ ഹദീസ് ഉദ്ധരിച്ച ഉടനെ തന്നെ പറയാണ്, മൂന്നാമതായി പറയാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ, അമറൽ മുഹരിമ ബിഖത്ലി സുംബൂർ,
കടന്നലിനെ കൊല്ലാൻ വേണ്ടി ഇഹ്റാം കെട്ടിയവനോട് നിർദ്ദേശം നൽകിയതായി വന്നിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിനെ തുടരണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആശയം അത് തുടരണമെന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. വമാ അതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന് നിങ്ങൾ സ്വീകരിക്കണം എന്ന് അതാ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ മറുപടി അങ്ങ് പറഞ്ഞു. അങ്ങനെ ഓരോന്നിനും മറുപടിയാ ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ ഈജിപ്തിൽ വന്ന് ധാരാളം ഇൽമ് പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അവിടെ ഈജിപ്തിൽ വന്നപ്പോ മഹാനവറുകളെ സൽക്കരിച്ച് മഹാനവറുകൾക്ക് മുഴുവൻ സൗകര്യവും ചെയ്തു കൊടുത്ത ഒരു കുടുംബമുണ്ട്. അത് ബനു അബ്ദുൽ മലിക്കിന്റെ കുടുംബമാണ്. ഞാൻ വളരെ ചുരുക്കി പറയുന്നു. അത് അബ്ദുല്ലാഹിബ്നു അബ്ദുൽ ഹക്കം എന്ന് പറയുന്ന ആളുടെ അടുക്കൽ ബഹുമാനപ്പെട്ടവര് ഇറങ്ങി. അവിടെയാണ് എല്ലാ സൗകര്യവും ബഹുമാനപ്പെട്ടവർക്ക് ചെയ്തു കൊടുത്തു. ആ ചെയ്തു കൊടുത്ത കക്ഷികൾ തന്നെയാണ് ബഹുമാനപ്പെട്ടവർക്ക് താമസ സൗകര്യവും മറ്റൊക്കെ ഈജിപ്തിൽ ചെയ്തു കൊടുത്തു. 1000 ദീനാറ് ചെലവിന് വേണ്ടി കൊടുത്തു. സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ആ ചെയ്തു കൊടുത്ത പ്രദേശത്താണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അവസാനമായി നിന്നത്. അവസാനം ഇമാം ശാഫിഈ റളിയല്ലാഹു വഫാത്തായപ്പോ മറവ് ചെയ്യാനുള്ള ഭൂമിയും അവർ തന്നെയാണ് കൊടുത്തത്. അവരെ ഭൂമിയിലാണ് ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ മറവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ മഖ്ബറ അത് പൊതുസ്ഥലത്താണ് എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് അത് ദുർബലമാണ്. അതുകൊണ്ട് തന്നെ ഇമാം ശാഫിഈ റളിയല്ലാഹുവിന്റെ സ്ഥലം അത് ഈ കുടുംബം കൊടുത്ത സ്ഥലമാണ് എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ നിന്നപ്പോൾ വലിയ തിൽമീദന്മാർ, വലിയ വലിയ പണ്ഡിതന്മാർ മഹാനവറുകളുടെ ശിഷ്യന്മാരായി അവിടെയും ഉണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട 4 ശിഷ്യന്മാരാണ്. ഒന്ന് ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു, ഒന്ന് ഇമാം മുസനി റളിയല്ലാഹു അൻഹു, ഒന്ന് റബീഉൽ മുറാദി റളിയല്ലാഹു അൻഹു, ഒന്ന് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ ഹക്കം. ഈ 4 ശിഷ്യന്മാരുണ്ടായി. സഹോദരന്മാരെ, ഈ 4 ശിഷ്യന്മാരും വഫാത്തിനോടടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് കയറി അങ്ങ് ചെന്നപ്പോൾ ഞാൻ അവസാനം ചുരുക്കി എന്ന് പറയുകയാണ്. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട 4 ശിഷ്യന്മാർ, ആ ശിഷ്യന്മാര് 4 ആളുകളും കയറി അങ്ങ് ചെന്നപ്പോ വഫാത്തിനോടടുത്ത സമയമാണ്. ബഹുമാനപ്പെട്ട റബീ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ 4 ആളും കയറി അങ്ങ് ചെന്നപ്പോ ഞങ്ങളിലേക്ക് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഒന്ന് നന്നായൊന്ന് നോക്കിയിട്ട് അവിടുന്ന് കുറെ നേരം നന്നായൊന്ന് നോക്കി, നീണ്ട നോട്ടം നോക്കിയിട്ട് ഞങ്ങളെ കൊള്ള തിരിഞ്ഞിട്ട് പറഞ്ഞു, അമ്മ അൻത യാ അബാ യഖൂബ് ഫസതമൂതു ഫീ ഹദീദിൻ ലക. ഓ അബൂ യഖൂബിൽ ബുവൈത്തി, നിങ്ങൾ എന്റെ ശിഷ്യനാണ്, പക്ഷേ നിങ്ങൾ മരിക്കുന്നത് ചങ്ങലക്കിടപ്പെട്ട നിലക്കായിരിക്കും കേട്ടോ. നിങ്ങൾ മരണപ്പെടുന്നത് ചങ്ങലക്കിടപ്പെട്ട നിലക്കായിരിക്കും, ഇരുമ്പിന്റെ ചങ്ങലയിലായിരിക്കും മരണം. രണ്ടാമതായി അതാ മുസനി റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അമ്മ അൻത യാ മുസനി ഫയസയകൂനു ലക ബിമിസ്ർ ഹനാത വഹനാത്. ഈജിപ്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകും മുസനി. മൂന്നാമതായി നോക്കിയിട്ട് മറ്റൊരു ശിഷ്യനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ ഹക്കമിനോട് പറഞ്ഞു, ഓ മുഹമ്മദേ, അമ്മ അൻത യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഫസതർജു ഇലാ മദ്ഹബി അബീക. നിങ്ങളുടെ ബാപ്പ മാലിക്കി മദ്ഹബുകാരനാണ്. നിങ്ങളും എന്റെ മദ്ഹബ് വിട്ട് എന്റെ മദ്ഹബ് രാജിവെച്ചിട്ട് നിങ്ങളും നിങ്ങളെ ബാപ്പാന്റെ മദ്ഹബിലേക്ക് മടങ്ങിപ്പോവും കേട്ടോ. എന്റെ വഫാത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ മദ്ഹബ് വിട്ട് മാലിക്കി മദ്ഹബിലേക്ക് പോകും. 4മതായി എന്നെ കൊള്ള നോക്കിയിട്ട് പറഞ്ഞു, റബീ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, റബീ റളിയല്ലാഹു അൻഹു പറയാണ്, അമ്മ അൻത യാ റബീ, ഓ റബിയേ, ഫഅൻത അൻഫഉഹും ലീ ഫീ നസ്ലിൽ കുതുബി. എന്റെ കിതാബുകൾ ലോകത്ത് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന, ഉപകാരം ലഭിക്കുന്ന ആള് നിങ്ങളായിരിക്കും റബിയേ. ഈ പറഞ്ഞ സംഭവം അതേപോലെ തന്നെ നടന്നു. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഇമാം ബുവൈത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ വലിയ മഹാനാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഇരുന്ന സ്ഥലത്ത് പിന്നീട് ഇരുന്ന് ദർസ് നടത്തിയത് മഹാനവറുകളാണ്. അങ്ങനെ ദർസ് നടത്താൻ ശാഫിഈ ഇമാം തങ്ങൾ തന്നെ അംഗീകാരം കൊടുത്തതുമാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അവിടെ ഇരുന്ന് ദർസ് നടത്തി ധാരാളം ഇൽമ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അവിടെ ഇരുന്ന് അങ്ങനെ ഇൽമ് പ്രചരിപ്പിക്കുമ്പോ
ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് അവിടെ ആ പ്രദേശത്ത് വന്നപ്പോൾ സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തൊരു കുടുംബം ഞാൻ പറഞ്ഞല്ലോ. ആ കുടുംബത്തിൽപ്പെട്ട ശിഷ്യനാണ് മുഹമ്മദ് അബ്ദുല്ലാഹിബ്നു അബ്ദുൽ ഹക്കം എന്ന് പറയുന്ന ആള്. ആ ശിഷ്യനോടായിരുന്നു പറഞ്ഞത്, ബാപ്പാന്റെ മദ്ഹബിലേക്ക് നീ തിരിച്ചു പോകുമെന്ന് പറഞ്ഞത്. ഈ ശിഷ്യൻ വാദിച്ചു, ഷാഫി ഇമാം ഇരുന്ന സ്ഥലത്ത് ദർസ് നടത്താനിരിക്കേണ്ടത് ഞാനാണ്, എന്റെ ബാപ്പയാണല്ലോ സൗകര്യം ചെയ്തു കൊടുത്തത്, എന്റെ കുടുംബമല്ലേ സൗകര്യം ചെയ്തു കൊടുത്തത്, അതുകൊണ്ട് ഞാനാണ് അവിടെ ഇരുന്ന് പകരം ദർസ് നടത്തേണ്ടതെന്ന് വാദിച്ചു. അങ്ങനെ വാദിച്ചപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ് കൂടിയായ ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട ഇമാം ഹുമൈദ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, അല്ല, നിങ്ങളല്ല. കാരണം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ലൈസ അഹദുൻ ബജിലിസി മിൻ യൂസുഫുൽ ബുവൈത്തി എന്ന് പറയുന്ന എന്റെ ശിഷ്യൻ ബുവൈത്തി അല്ലാതെ മറ്റാരും എന്റെ മജ്‌ലിസിലിരുന്ന് ദർസ് നടത്താൻ അർഹനില്ലെന്ന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലൈസ അഹദുൻ മിൻ അസ്ഹാബി ആലമ മിൻഹു, ആ ബുവൈത്തിയെ പോലെ കൂടുതൽ വിവരമുള്ള ഒരാൾ എന്റെ ശിഷ്യന്മാരിൽ ഇല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിവരമുള്ള ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ സ്ഥാനം പകവെച്ചു കൊടുത്തിട്ടുള്ള ആ മഹാനാണ് അവിടെ ഇരുന്ന് ദർസ് നടത്തേണ്ടതെന്ന് പറഞ്ഞപ്പോ ഈ ഇബ്നു അബ്ദുൽ ഹക്കം എന്ന് പറയുന്ന ശിഷ്യൻ പറഞ്ഞു, കഥബത്തങ്ങൾ പറഞ്ഞ കള്ളത്തരാണ്. അപ്പോ സുബ്ഹാനല്ലാഹ് അവിടെ ഒരു തർക്കം നടന്നു. ആ തർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നാ പിന്നെ ഞാൻ ഷാഫി മദ്ഹബിൽ ഇല്ല എന്നും പറഞ്ഞ് മൂപ്പര് ഷാഫി മദ്ഹബിൽ നിന്ന് രാജിവെച്ചിട്ട് മാലിക്കി മദ്ഹബിലേക്ക് മടങ്ങിപ്പോയി. അതായിരുന്നു നേരത്തെ തന്നെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മുൻകൂട്ടി പ്രഖ്യാപിച്ചത്. ഓ മോനെ മുഹമ്മദേ, എന്റെ ബാപ്പാന്റെ മദ്ഹബിലേക്ക് തന്നെ നീ മടങ്ങിപ്പോകുമെന്ന് നേരത്തെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചതായിരുന്നു. പക്ഷേ മടങ്ങിപ്പോയതിനു ശേഷം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് എല്ലാ ഇൽമും പഠിച്ച് മനസ്സിലാക്കിയത് ഈ ശിഷ്യൻ. പക്ഷേ അങ്ങനെ മടങ്ങിപ്പോയിട്ട് മാലിക്കി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുകയും മാലിക്കി മദ്ഹബ് പ്രചരിപ്പിക്കുകയും ചെയ്താൽ ഒരു കുഴപ്പവുമില്ലായിരുന്നു. കാരണം മാലിക്കി മദ്ഹബിന് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എതിരല്ല. മാലിക്കി മദ്ഹബും ഒരു ശരിയായ മദ്ഹബാണ്. പക്ഷേ അദ്ദേഹം ഒരു കിതാബ് എഴുതിയ കിതാബിന്റെ പേര് വളരെ മോശമായി പോയി. അർറദ്ദു അല ഷാഫി ഫീമാ ഖാലഫ ഫീൽ കിതാബ വസ്സുന്ന എന്നായിരുന്നു അതിന്റെ പേര്. അത് ഷാഫി ഇമാമിനോട് അദബ് കേടുള്ള ഒരു കിതാബായി പോയി. കിതാബിന്റെ പേര് ഷാഫി ഇമാമിനോട് അദബ് കേടുള്ള ഒരു പേരായി പോയി. ഉസ്താദുമാരിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു മദ്ഹബിലേക്ക് നീങ്ങിയാലും സുബ്ഹാനല്ലാഹ് ഉസ്താദിന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന പേരിടാൻ പാടില്ലല്ലോ. ആ പേരിട്ട കാരണത്താൽ തന്നെ അദ്ദേഹത്തിന്റെ വിശ്വാസത്തിലും കർമ്മത്തിലും പിന്നീട് ചില പാളിച്ചകൾ സംഭവിച്ചു പോയി എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അദബേട് വന്നതിന്റെ പേരിൽ അതാ ദീനീയ വിഷയത്തിൽ തന്നെ അദ്ദേഹത്തിന് അതാ മറ്റുള്ള ശിഷ്യന്മാർക്കുള്ള ഭാഗ്യം ലഭിച്ചില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതായിരുന്നു. ഇതുപോലെ മുസനി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സാമ്പത്തിക ശേഷി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ദീനീ പ്രവർത്തനം മഹാനവറുകൾ ചെയ്തിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട റബീ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ കിതാബ്, നിങ്ങൾ ഇപ്പോൾ കിതാബുൽ ഉമ്മ എടുത്തു നോക്കൂ, മറ്റ് കിതാബുകൾ എടുത്തു നോക്കൂ. ഖദാ അഖ്ബറ റബീഉ എന്ന് പറഞ്ഞിട്ട് റബീ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടായിട്ടാണ് ഷാഫി ഇമാമിന്റെ കിതാബ് ലോകത്ത് പ്രചരിപ്പിക്കാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചത് റബീ റളിയല്ലാഹു അൻഹുവിനാണ്. സഹോദരന്മാർ മനസ്സിലാക്കണം, ഈ ശിഷ്യന്മാർ അവര് അതാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കന്മാരായി അവരതാ വലിയ സേവനം പിന്നീട് ചെയ്തു. ഇനി ഇവിടെ ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം പറയട്ടെ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമു പ്രചരിപ്പിക്കുന്ന രംഗത്ത് ഏറ്റവും വലിയ സ്ഥാനം കൈവരിച്ച റബീ റളിയല്ലാഹു അൻഹു ഒരു പള്ളിയിലെ മുഅദ്ദിനായിരുന്നു കേട്ടോ. ബാങ്ക് വിളിക്കുന്ന ആളായിരുന്നു. ചിലർക്കൊരു ധാരണയാണ് അതാ ബിരുദമെടുത്താ പിന്നെ ബാങ്ക് കൊടുക്കാൻ പറ്റൂ. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയാണ്. ബാങ്ക് കൊടുക്കുക എന്നത് വളരെ ബഹുമാനമുള്ള ഒരു അമലാണ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ റബീ റളിയല്ലാഹു അൻഹു ഒരു പള്ളിയിലെ മുഅദ്ദിനായിരുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരുടെ പേര് പറയുമ്പോൾ തന്നെ പറയാറുള്ളത് അതാ സാഹിബുഹു വ ഖാദിമുഹു റബീ ഇബ്നു സുലൈമാനിൽ മുറാദിൽ മുഅദ്ദിൻ എന്ന് മുഅദ്ദിൻ എന്ന് കൂട്ടിയിട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ പേര് തന്നെ പറയാറുള്ളത്. ആ മഹാനവറുകളുടെ റിപ്പോർട്ടാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ ഏറ്റവും പരിഗണിക്കപ്പെടാറുള്ള റിപ്പോർട്ട്. ഇരിക്കട്ടെ, അങ്ങനെ 4 പ്രധാനപ്പെട്ട ശിഷ്യന്മാർ ഈജിപ്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഇന്നും അന്നും സിയാറത്ത് ചെയ്യപ്പെടുകയും ബറക്കത്തെടുക്കപ്പെടുകയും ചെയ്യുന്ന ഖബറാണ്.
ആ ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ശിഷ്യനായ ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിനെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ തുറന്നു പറഞ്ഞപ്പോൾ അന്ന് ഭരണാധികാരികളിൽ സ്വാധീനമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ജയിലിൽ കിടത്തിയിട്ട് ജയിലിൽ നിന്ന് കൈക്കും കാലിനുമൊക്കെ ചങ്ങലക്കിടപ്പെട്ട നിലക്കായിരുന്നു ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മരണമുണ്ടായിരുന്നത്. അത് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മുൻകൂട്ടി പ്രഖ്യാപിച്ചതായിരുന്നു. വലിയ സ്ഥാനമുള്ള പണ്ഡിതനാണ് ഇമാം ബുവൈത്ത് റളിയല്ലാഹു അൻഹു. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഈജിപ്തിൽ കൈറോവിൽ അതാ നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ടു. അവിടെ പടുകൂറ്റൻ ജാറമുണ്ട് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്. ആ ജാറത്തെ സംബന്ധിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ജാറത്തിന്റെ ഖുബ്ബ, ആ ഖുബ്ബ ഏകദേശം ഒരു കപ്പലിന്റെ രൂപത്തിലുള്ള ആകൃതിയിലായിരുന്നു അതുണ്ടായിരുന്നത്. ആ ഖുബ്ബ ഇന്നും യഥാർത്ഥത്തിൽ അവിടെ വലിയ ഖുബ്ബയും ജാറവും നിൽക്കുന്നുണ്ട്. ഈ സാധുവായ ഞാനത് നേരിൽ കണ്ടിട്ടുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ ജാറത്തെ സംബന്ധിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തിന്റെ മേൽ അറിയിക്കുന്ന നിലക്കാണ് അവിടുത്തെ ഖബറിന്റെ മേലെയുള്ള ആ പ്രവർത്തനങ്ങൾ നടന്നതെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ മഹാന്മാരുടെ ജാറത്തിന് ഖുബ്ബ നിർമ്മിക്കുന്നത് നബവി ഇമാം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ അത് അംഗീകരിച്ചതാണ്. ശാഫിഈ മദ്ഹബിൽ അത് പുണ്യകർമ്മമാണെന്ന് ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമായ അതേ നിഹായയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, തുഹഫയിൽ പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരുടെ ജാറത്തിന് ഖുബ്ബയുണ്ടാക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത് ശാഫിഈ മദ്ഹബിനെതിരാണ് കേട്ടോ. ഇപ്പോൾ അതിലേക്ക് കടന്ന് ഞാൻ സംസാരിക്കുന്നില്ല. ഇരിക്കട്ടെ, അവിടെ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പിന്നെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ ഒരു വലിയ സംഭവം ഉണ്ടായി. ആ സംഭവം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് ഈജിപ്തിൽ നിന്ന് എടുത്തിട്ട് അതാ ഇറാഖിലേക്ക് കൊണ്ടുപോകാൻ, ബഗ്ദാദിലേക്ക് കൊണ്ടുപോകാൻ ഹിജ്റ 474 കൊല്ലം അവിടെ ഭരണം നടത്തുന്ന ഒരു മന്ത്രി തീരുമാനമെടുത്തു. ഈജിപ്തിൽ കിടക്കുന്ന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് ഖബറിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു. സുബ്ഹാനല്ലാഹ്, ഹിജ്റ 204 205 ആകുമ്പോഴേക്ക് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായിട്ടുണ്ട്. ആകെ 54 55 കൊല്ലമേ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. ആ ജീവിതകാലത്തിനിടയിൽ എത്രയാണ് ഇൽമു പ്രചരിപ്പിച്ചത്? മഹാനവറുകളെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കണം, 200-ലധികം കൊല്ലം കഴിഞ്ഞതിന് ശേഷം മഹാനവറുകളുടെ മയ്യിത്ത് ഈജിപ്തിൽ നിന്ന് എടുത്ത് ഇറാഖിലേക്ക് കൊണ്ടുപോകാൻ, ബഗ്ദാദിലേക്ക് കൊണ്ടുപോകാൻ ബഗ്ദാദിലുള്ള ഒരു ഭരണാധികാരി തീരുമാനമെടുത്തു. അങ്ങനെ ഈജിപ്തിലുള്ള അവിടെയുള്ള സൈന്യങ്ങൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. മയ്യിത്ത് അവിടുന്ന് എടുത്ത് ഈജിപ്തിലേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശം നൽകി. സുബ്ഹാനല്ലാഹ്, അതിനെ സംബന്ധിച്ച് ചർച്ച നടന്നപ്പോ ഈജിപ്തിൽ വലിയ ബഹളമായി, കുഴപ്പമായി. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് ഞങ്ങളെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കുന്നില്ലെന്നൊരു കൂട്ടര് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, രാജാവിന്റെ പക്ഷത്തൊരു വിഭാഗം, മറുപക്ഷത്ത് മറ്റൊരു വിഭാഗം. ഈജിപ്തിൽ വലിയ പ്രശ്നങ്ങൾ നടന്നു. അങ്ങനെ പണ്ഡിതന്മാര് പലരും പല ചർച്ചകളും നടത്തി. അങ്ങനെ കുഴപ്പമാകുമെന്ന് കണ്ടപ്പോ ഈജിപ്തിലുള്ള ഗവർണര് ഭരണാധികാരിക്ക് ഇറാഖിലേക്ക് വിവരം കൊടുത്തു. ഇവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ തൽക്കാലം സദസ്സ് പിരിച്ചുവിട്ടു. തൽക്കാലം ആ ചർച്ച പിരിച്ചുവിട്ടു. പിന്നീട് ജനങ്ങളെയൊക്കെ മാറ്റിയതിനു ശേഷം വീണ്ടും ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കുഴിച്ചിട്ട് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ഈജിപ്തിൽ നിന്ന് ബഗ്ദാദിലേക്ക് കൊണ്ടുപോകാൻ അതാ ഭരണാധികാരിയുടെ തീരുമാനം വീണ്ടും ഉണ്ടായി. സുബ്ഹാനല്ലാഹ്, ഖബറിന്റെ അടുക്കൽ വെച്ച് എല്ലാവരെയും നീക്കി. അവിടെ സൈന്യം ഇറങ്ങിയിട്ട് മുഴുവൻ ആളുകളെയും നീക്കി. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കുഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഖബർ കുഴിച്ച് ഖബറിന്റെ മൂടുകല്ല് വെച്ചിട്ടുള്ളതിന്റെ സമീപത്തെത്തിയപ്പോൾ ഖറജ മിനൽ ലഹ്ദി റായിഹത്തുൻ നത്റത്തുൻ അസ്കറത് മൻ ഹദറ ഫൗഖൽ ഖബരി. ഖബറിന്റെ സമീപത്ത് ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളുടെയും മൂക്കിലേക്ക് വല്ലാത്ത ഒരു അത്തറിന്റെ സുഗന്ധം, ഒരു സാധാരണ അത്തറല്ല, വല്ലാത്തൊരു സുഗന്ധം അങ്ങ് വീശി. ആ സുഗന്ധം അവരുടെ മൂക്കിലേക്ക് അങ്ങ് കയറിയപ്പോ
കീറിക്കൊണ്ടിരിക്കുന്ന ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ മുഴുവനും അവിടെ അതാ ഹത്താവ ഖൗസറ, മുഴുവൻ ആളുകളും അവിടെ ബോധം കെട്ടങ്ങ് വീണു. പിന്നെ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ ബോധം തെളിയുന്നത്. ഉടനെ തന്നെ അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു. ഖബർ നേരത്തെ ഉള്ളതുപോലെ തന്നെ മണ്ണ് തട്ടി, നേരത്തെ ഖബർ ഉള്ളതുപോലെ തന്നെ അവിടെ അതാ ഖബർ നേരത്തെയുള്ള ആകൃതിയിൽ തന്നെ ആക്കി വെച്ചു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഖബറിനും ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വത്തിനും ലോകമൊട്ടാകെ അതിനുശേഷം നേരത്തെ ഉള്ളതിനേക്കാൾ എത്രയോ വലിയ പ്രശസ്തിയും ലോകമൊട്ടാകെയുള്ള ജനങ്ങൾ അവിടുത്തെ ഖബറിങ്കലേക്ക് സിയാറത്തിന് വരുന്ന പതിവുമുണ്ടായി. ഏത് സമയത്തും സുബ്ഹാനല്ലാഹ് ഇമാം ഖരീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. വലം യസൽ ഖബ്റു ശാഫിഈ യുസാർ വയുതബറകു ബിഹി ലാ കാന യൗമൽ അഹദ്. ബഹുമാനപ്പെട്ടവരുടെ ജീവിതകാലത്തുള്ള സംഭവം വിവരിക്കുകയാണ്. അങ്ങനെ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ധാരാളം ആളുകൾ വന്ന് സിയാറത്ത് ചെയ്യുന്ന, വയുതബറകു ബിഹി ബറക്കത്തെടുക്കുന്ന ഖബറായി, ലോകത്ത് വലിയ ചരിത്രം നടന്ന ഖബറായി അവിടെ നിലനിൽക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് വഫാത്താകുന്ന സമയം സഹോദരന്മാരെ, മഹാനവറുകൾ ശിഷ്യന്മാരോട് വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. മഹാനവറുകളെ കാത്തു, മഹാനവറുകൾക്ക് രോഗമാണ്, വലിയ രോഗമായിരുന്നു അർശസിന്റെ രോഗം. ആ രോഗം കൊണ്ട് ചിലപ്പോൾ കാലിലൂടെ രക്തമൊലിക്കാറുണ്ട്. പക്ഷെ ആ രക്തമൊലിക്കുന്ന സമയത്തും ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന് ഇബാദത്തൊന്നും ചുരുക്കിയിട്ടില്ല. ദിവസേന ഓരോ ഖത്മ് ഖുർആൻ ഓതി തീർക്കും. റമദാനായാൽ പകൽ ഒരു ഖത്മ് ഖുർആൻ ഓതും, രാത്രിയായാൽ വേറെ ഒരു ഖത്മ് ഖുർആൻ ഓതും. അതെങ്ങനെ ഓതി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആർക്കാണത് മനസ്സിലാകുന്നത്? കറാമത്തല്ലേ. ഒരു ദിവസം 2 ഖത്മ് ഖുർആൻ ഓതി തീർത്തു റമദാനിൽ. അല്ലാത്ത സമയത്ത് ഒരു ഖത്മ് ഖുർആൻ ഓതി. വെറും ഖുർആൻ ഓതലല്ലോ പണി, അതിനിടയ്ക്ക് 1000 മസ്അലകൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഒരുപാട് ശിഷ്യന്മാർക്ക് ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ദർസ് നടത്തുന്നുണ്ട്. വലിയ വലിയ പണ്ഡിതന്മാരുമായി വലിയ വലിയ വാദപ്രതിവാദം നടത്തുന്നുണ്ട്. ഇതെല്ലാം നടത്തുന്ന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ദിവസേന റമദാനിൽ 2 ഖത്മ് ഖുർആൻ ഓതി. അല്ലാത്ത സമയത്ത് ഒരു ഖത്മ് ഖുർആൻ ഓതി. സുബ്ഹാനല്ലാഹ്, ഹദിയയായി വലിയ പണക്കാര് പലതും കൊണ്ട കൊടുത്താൽ വൈകുന്നേരമാകുമ്പോഴേക്ക് മുഴുവനും സദഖ ചെയ്തു തീർക്കും, കൊടുത്തങ്ങ് തീർക്കും. മഹാനവറുകൾ സൂക്ഷിക്കാറില്ല, ദുനിയാവിനെ അല്പവും സ്നേഹിച്ചിട്ടില്ല. ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതാ വഫാത്തിങ് അടുത്തപ്പോൾ മഹാനവറുകളുടെ ശിഷ്യന്മാരൊക്കെ അടുത്തു നിൽക്കുന്നു. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഒന്നെടുത്തു ഓതൂ. സുബ്ഹാനല്ലാഹ്, ഖുർആൻ ഓതുന്ന സ്ഥലത്തല്ലേ റഹ്മത്ത് ഇറങ്ങുന്നത്. വഫാത്തിന് മുമ്പ് തന്നെ ഖുർആൻ ഓതാൻ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഉപദേശിക്കുന്നു. ഖുർആൻ അവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. വഫാത്തിന്റെ ശേഷവും അവിടുത്തെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതിയിട്ടുണ്ട്. ഖബറിന്റെ അടുക്കൽ വെച്ച് ഖുർആൻ ഓതാൻ പ്രത്യേകം അവിടുന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇരിക്കട്ടെ, മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു രോഗം കലശലായപ്പോ പല മഹാന്മാരും മഹദികളും മഹാനവറുകൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന ദിവസമായി വൈകുന്നേരമായപ്പോ മഗ്രിബിന്റെ ജമാഅത്തിന് പോകാതെ ശിഷ്യന്മാരും മറ്റും ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ, നിങ്ങൾ കാത്തു നിൽക്കുകയാണോ? പോയി നിസ്കരിച്ചു വന്നോളൂ പറഞ്ഞു. പിന്നീട് ഇശാ നിസ്കാരത്തിന് ശേഷമാണ് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്താകാൻ പോകുന്നത്. സദാ വഫാത്തിനോടടുത്ത സമയത്ത് ശിഷ്യനായ ഇമാം മുസനി റളിയല്ലാഹു അൻഹു ചെന്ന്, എങ്ങനെയുണ്ട് ഉസ്താദേ വിവരമെന്ന് ചോദിക്കുമ്പോ ശാഫിഈ ഇമാം തങ്ങൾ പറഞ്ഞ വാചകം, അസ്ബഹതു മിനദ് ദുനിയാ റാഹിലാ. മോനെ, ദുനിയാവിൽ ഞാൻ യാത്ര പോകുകയാണ്. വലിൽ ഇഖ്വാനി മുഫാരിഖാ, എന്റെ സഹോദരന്മാരെ വിട്ടുപിരിയുകയാണ്. വലി കൽസിൽ മനീയത്തി ശാരിബാ, മരണത്തിന്റെ പാത്രത്തിൽ നിന്ന് കുടിക്കുകയാണ്. വഅലല്ലാഹി ജല്ല ദിക്റുഹു വാരിദാ, ഞാൻ അല്ലാഹുവിലേക്ക് ചെല്ലുകയാണ്.
വലാ വല്ലാഹി മാ അദ്രീ റൂഹി തസീറു ഇലൽ ജന്നതി ഫൗഹന്നിഹാ. എന്റെ റൂഹ് സ്വർഗത്തിലേക്ക് പറന്നിട്ട് ഞാനതിനെ ആശംസിക്കുന്ന രംഗമാകുമോ? ഔലന്നാരി അല്ല, നരകത്തിന്റെ ഭാഗത്തേക്ക് പോയി ഞാൻ കണ്ണോക്ക് കാണുന്ന വിഷമം കാണുന്ന രംഗമാകുമോ? സുമ്മബക്ക, പിന്നെ അങ്ങ് കരയുകയാണ്, കരഞ്ഞുകൊണ്ട് പാടുകയാണ്. വലമ്മാ ഖസാ ഖൽബി വദഖത് മദാഹിബി ജഅൽതു الرجاء مني لعفوك سلما تعظمني ذنبي فلما قرنته لعفوك ربي كان عفوك أعظما. എന്റെ ഹൃദയം ഉറച്ചു, എന്റെ ഞാൻ പോകുന്ന സ്ഥലം ഇടുക്കമായി. എനിക്കുള്ള പ്രതീക്ഷ എന്റെ റബ്ബെനിക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന വിട്ടുവീഴ്ചയുടെ കോണി എനിക്ക് കയറിപ്പോകാൻ വെച്ചു തരുമെന്നതാണ്. എന്റെ പാപം ഞാൻ വലുതായി കാണുന്നു. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാർ ഓർക്കണം, ഞാൻ പറഞ്ഞില്ലേ 2 തലയുള്ള ഒരു പെൺകുട്ടിയുണ്ടെന്ന് കേട്ടിട്ട് ആ പെൺകുട്ടിയെ കുറിച്ച് മസ്അല പറയണമെന്ന് തോന്നിയിട്ട് മഹാനവറുകൾ ചെയ്തതെന്താണ്? ആ പെൺകുട്ടിയുടെ മുഖത്തൊന്ന് നോക്കാൻ, തലയൊന്ന് കാണാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ രക്ഷിതാവിന്റെ അടുക്കൽ ചെന്ന്, നിങ്ങളെ മകളെ എനിക്ക് നിക്കാഹ് ചെയ്തു തരുമോ? എന്തിനാ നിക്കാഹ് ചെയ്യുന്നത്? ഭാര്യയില്ലാഞ്ഞിട്ടല്ല, ഭാര്യയാക്കാനല്ല, മറിച്ച് ശരിക്കൊന്ന് തലയും മുഖവും കണ്ടിട്ട് വേണം മസ്അല പറയാൻ. ആ കാണലൊന്ന് ഹലാലായി കിട്ടണം. അതിനു വേണ്ടിയാണ് നിക്കാഹ് ചെയ്തു തരുമോ എന്ന് ചോദിച്ചത്. 100 സ്വർണ്ണ നാണയം തരണമെന്ന് പറഞ്ഞപ്പോ അന്ത്യനാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഇൽമ് എത്തിച്ചു കൊടുക്കാൻ എന്റെ 100 ദീനാർ കൊടുത്താൽ എന്താണ്? 100 ദീനാർ മഹർ കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് ശേഷം നദറ ഇലൈഹാ സുമ്മ തല്ലഖഹാ, ആ പെണ്ണിന്റെ മുഖത്തൊന്ന് നന്നായി നോക്കിയിട്ട് എങ്ങനെയാണ് നിയമം പറയേണ്ടതെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബഹുമാനപ്പെട്ടവരെ പെണ്ണിനെ അങ്ങ് ത്വലാഖ് ചൊല്ലി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നോട്ടം ഒരു പെണ്ണിന്റെ മുഖത്ത്, അതും സ്വന്തം ആവശ്യത്തിനല്ല, വികാരത്തിന് വേണ്ടിയല്ല, മസ്അല പറയാൻ വേണ്ടി നോക്കുകയാണ്. അത് ഹലാലായി കിട്ടാൻ 100 ദീനാർ കൊടുത്തിട്ട് വിവാഹം കഴിച്ചിട്ട് നോക്കിയതിന് ശേഷം തലാഖ് ചൊല്ലുകയാണ്. ആ പെൺകുട്ടിക്ക് വേറൊരു ഭർത്താവിന്റെ കൂടെ പോകാമല്ലോ, ഇനിയും മഹർ വേണമെങ്കിൽ വാങ്ങാമല്ലോ, ഞാൻ തൊട്ടിട്ടില്ലല്ലോ. ആ രൂപത്തിൽ സൂക്ഷ്മത കാണിച്ച് പ്രവർത്തിച്ച ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചിട്ടും അല്ലാഹനെ ഭയപ്പെട്ടുകൊണ്ട് പറയുകയാണ്, എന്റെ പാപം വലുതാണ്, പക്ഷേ എന്റെ റബ്ബിന്റെ വിട്ടുവീഴ്ച കൊള്ള ഞാനൊന്ന് തട്ടിച്ചു നോക്കുമ്പോൾ കാന അഫ്വുക അഅ്ളമാ, നിന്റെ വിട്ടുവീഴ്ച വളരെ വലുതല്ല റബ്ബേ. സുബ്ഹാനല്ലാഹ്. വമാ സിൽത ദഅഫ്വിൻ അനിദ്ദംബി ലം തസൽ തജൂദു വതഅഫു മിന്നതം വതകർമാ. റബ്ബേ, നീ എപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബല്ലേ, നീ ധാരാളം കൊടുക്കുന്ന റബ്ബല്ലേ, നിന്റെ വിട്ടുവീഴ്ച കൊണ്ട് വേണം ഞാൻ രക്ഷപ്പെടാൻ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞപ്പോഴാ പറഞ്ഞത്, ഓ മോനെ അബൂ മൂസ, നിങ്ങൾ എനിക്ക് ആല ഇമ്രാൻ സൂറത്തിൽ നിന്ന് 20-ാമത്തെ ആയത്തിന്റെ ശേഷം 120-ാമത്തെ ആയത്തിന്റെ ശേഷം ഒന്ന് ഓതിത്തരൂ. അങ്ങനെ ഖുർആൻ ഓതിക്കേട്ടു മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. അവസാനം ഇശാഇന്റെ ശേഷം, അതേ റജബ് മാസം അവസാനത്തെ ദിവസം, അതേ ഇശാഇന്റെ ശേഷം വെള്ളിയാഴ്ച രാവ് അവിടുന്ന് വഫാത്തായി കഴിഞ്ഞു. പിറ്റേ ദിവസം അവിടുത്തെ മയ്യിത്ത് അപ്പറയപ്പെട്ട മിസ്റിൽ, കൈറോവിൽ, നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലത്ത്, അതാ അവിടെ
അവിടെ മറവ് ചെയ്യുകയുമുണ്ടായി. ആ ശഫീ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമുക്കും നമ്മുടെ മുതഅല്ലിമീങ്ങൾക്കും നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മുഴുവൻ മക്കൾക്കും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു നാഫിആയ ഇൽമിനെ ഏറ്റിത്തരട്ടെ. ആ ഇമാം ശഫീഈ റളിയല്ലാഹു അൻഹുവിനെ കാണാനും പരിചയപ്പെടാനും അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. എത്രയെത്രയോ സമയങ്ങളിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് കണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പലപ്പോഴും കണ്ടിട്ടുണ്ട്. അവസാനം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ, സുന്നത്ത് ജമാഅത്ത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ അന്ന് ഭരണ സ്വാധീനമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുടെ അക്രമത്തിന് വിധേയമാകുന്ന കാലത്ത് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിലടക്കപ്പെടുന്നതിന് മുമ്പ്, ശിഷ്യനെ ജയിലിലടക്കപ്പെടുന്നതിന് മുമ്പ് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കണ്ടിരുന്നു. അവിടുന്ന് പറഞ്ഞിരുന്നു, ശിഷ്യൻ അഹ്മദ് ഇബ്നു ഹംബലിനെ വിവരം അറിയിക്കണം, ഖുർആനിന്റെ കാര്യത്തിൽ പരീക്ഷണം വരുന്നുണ്ട്, ആ പരീക്ഷണത്തിൽ ഉറച്ചു നിൽക്കാൻ പറയണമെന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. ആ നിർദ്ദേശം മഹാനായ റബീഉ റളിയല്ലാഹു അൻഹു മുഖേന കത്തിൽ കൊടുത്തയക്കുകയും ചെയ്തിരുന്നു. അന്ന് അതാ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ അടിച്ച് പരിക്കേൽപ്പിച്ചപ്പോൾ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ധരിച്ച വസ്ത്രം ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വാങ്ങിയിട്ട് കൊടുത്തയച്ചിട്ട് അത് വാങ്ങിയിട്ട് ആ കുപ്പായം കഴുകിയ വെള്ളം, ശിഷ്യൻ അതാ ഉപയോഗിച്ച കുപ്പായം കഴുകിയ വെള്ളം, അത് ശാഫിഈ ഇമാം തങ്ങൾ ബറക്കത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി തല്ലുകൊള്ളുമ്പോൾ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എതിരാളികൾ ചീത്ത പറയുമ്പോൾ, അടികിട്ടുമ്പോൾ, സഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ധരിച്ച കുപ്പായം, അത് സഹിക്കുന്നവര് ധരിച്ച കുപ്പായം, അത് കഴുകിയ വെള്ളത്തിന് പോലും ബറക്കത്തുണ്ടെന്ന് ശാഫിഈ ഇമാം തങ്ങൾ വിശ്വസിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടർന്ന് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച കേരളീയരോട് ഞാൻ പറയട്ടെ, ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച മദ്ഹബാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിൽ പഠിപ്പിച്ചത്. അത് തന്നെയാണ് നമ്മുടെ മദ്രസയിൽ, സുന്നത്ത് ജമാഅത്ത് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഉംദയിലുള്ളത്, അതാണ് തുഹ്ഫയിലുള്ളത്, നിഹായയിലുള്ളത്, അതാണ് ഇമാം നവവി തങ്ങളുടെ കിതാബിലുള്ളത്. അതിനെതിരായി പുതിയ ആശയം കൊണ്ടുവരുമ്പോൾ മൗലൈമാര് വലിയ വിവരമുള്ളവരാണെന്ന് മനസ്സിലാക്കി ശാഫിഈ ഇമാമിനെയും വലിച്ചെറിഞ്ഞിട്ട് തറാവീഹിന്റെ എണ്ണം ചുരുക്കിയാൽ, പെണ്ണിനെ പള്ളിയിലേക്ക് കൊണ്ടുപോയാൽ, ശാഫിഈ ഇമാമിനെയും വിട്ടിട്ട് സക്കാത്ത് അങ്ങ് കമ്മിറ്റിക്ക് കൊടുത്താൽ, ശാഫിഈ ഇമാം തങ്ങളെയും വിട്ടിട്ട് ഏതോ വിവരമില്ലാത്തവരുടെ പിന്നാലെ പോയാൽ അവൻ കൈകടിച്ച് തുപ്പുന്നത് വഹസറയിൽ കാണാൻ കഴിയും കേട്ടോ. ഒരല്പവും സംശയം വേണ്ട. റബ്ബേ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശിക്കാരനായ പണ്ഡിതൻ വരും, ഇൽമു കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞ ആ ശാഫിഈ ഇമാം തങ്ങളെ ഞങ്ങളെ മുൻഗാമികളായ ഉസ്താദുമാര് പിന്തുടർന്നു, ഞങ്ങളെ ഉമ്മബാപ്പമാര് പിന്തുടർന്നു. അവിടുത്തെ മദ്ഹബ് അംഗീകരിച്ചുകൊണ്ട് കർമ്മപരമായ വിഷയങ്ങൾ ജീവിതത്തിൽ പകർത്തി അവിടുത്തെ മദ്ഹബിലെ ഇമാമിങ്ങൾ വിവരിച്ചതുപോലെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനേ. അവിടുത്തെ ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ തരണം റഹ്മാനേ. ഞങ്ങൾക്കൊരു ചെറിയ സമയം അവിടുത്തെ ബഹുമാനം പറയാൻ നീ തന്നു, നിനക്കൊരുപാട് ഹംദുണ്ട് റഹ്മാനേ. അവിടുത്തെ ബറക്കത്ത് ഞങ്ങളെ ഖൽബിലും ഞങ്ങളുടെ നാവിലും ഞങ്ങളെ എല്ലാ പ്രവർത്തനങ്ങളിലും, ഞങ്ങളിവിടെ ഈ സ്ഥാപനം ആരംഭിച്ചത് തന്നെ അത്തരം മഹാന്മാരെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ്, അവരെ പിന്തുടർന്ന് ജീവിക്കുന്നവരെ ഉണ്ടാക്കാനാണ്. അവരുടെ ബറക്കത്ത് ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് മുഴുവനും നീ തരണം റഹ്മാനേ, ഞങ്ങളെ സംഘടനകൾക്ക് തരണം റഹ്മാനേ. ഈ സ്ഥാപനങ്ങളുടെയും അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ മറ്റ് സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും പ്രവർത്തനങ്ങളുമായി വിദേശത്തും സ്വദേശത്തും ആര് പ്രവർത്തിക്കുന്നുണ്ടോ, ആര് സഹായിക്കുന്നുണ്ടോ, അറബികളും അനറബികളും ആര് എന്ത് ഞങ്ങളോട് സഹകരിക്കുന്നുണ്ടോ, അവർക്ക് മുഴുവനും ദുനിയാവിലെ അവരെ പ്രവർത്തനങ്ങളിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാനേ.
ആഖിറത്തിൽ പകരം സ്വർഗം നൽകണേ റഹ്മാനേ. അവരുടെ എല്ലാ കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ജോലികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും അവരുടെ യാത്രകളിലും അവരുടെ മുഴുവൻ വിഷയങ്ങളിലുമുള്ള എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് എന്തൊക്കെ എളുപ്പമാകേണ്ടതുണ്ടോ, എന്തൊക്കെ ക്ലിയർ ആകേണ്ടതുണ്ടോ അതൊക്കെ നീ തന്നെ ഏറ്റെടുത്ത് ക്ലിയറാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിനെതിരെ കേസ് കൊടുത്തവർ അവരെ നീ പരാജയപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങൾക്ക് ഹഖിന് നീ വിജയം തരണേ റഹ്മാനേ. ഞങ്ങളെ ഖൽബിലുള്ളതും ഞങ്ങളെ ഉസ്താദുമാരെ ഖൽബിലുള്ളതും എല്ലാം നീ പൂർത്തീകരിക്കണം റഹ്മാനേ. ഞങ്ങളെ കഴിവ് കൊണ്ടോ വിവരം കൊണ്ടോ ഹിക്മത്ത് കൊണ്ടോ ഒന്നുകൊണ്ടും ഒരു ചെറിയ ക്ലാസ് പോലും നടത്താൻ ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും നീ ഏറ്റെടുത്ത് ഹൈറായ നിലക്ക് നീ തന്നെ നടത്തി തരണേ റഹ്മാനേ. അതിനുള്ള എല്ലാ വഴികളും നീ തുറക്കണേ റഹ്മാനേ. ഞങ്ങളെ കൽവിൽ വേണ്ടാത്ത വികാരങ്ങളൊന്നും തന്നേക്കരുത് റഹ്മാനേ. വല്ലപ്പോഴും നീ പൊരുത്തപ്പെടാത്ത വല്ല വാക്കുകളോ വല്ല ചിന്തകളോ കൽവിൽ വന്നെങ്കിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പൊറുക്കണേ റഹ്മാനേ. ഞങ്ങളെ കൽവിൽ നീ മഅരിഫത്ത് തരണം റഹ്മാനേ. ഇൽമിന്റെ നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളെ മജ്ലിസും ഞങ്ങളെ ഹൽഖയും ഒക്കെ നീ ദുആക്ക് ഇജാബത്തുള്ളതാക്കണം റഹ്മാനേ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ഇന്ന് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു അഭയകേന്ദ്രമായി തന്നെ നിലനിൽക്കുകയാണ്. ദിനേന എത്രയോ ആളുകൾ നേർച്ചകളും സംഭാവനകളുമായി ഈ സ്ഥാപനത്തിലെത്തുകയും അവർക്ക് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വലിയ വലിയ അത്ഭുതകരമായ ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് അറിയപ്പെട്ട ഒരു വസ്തുതയാണ്. സിറാജുൽ ഹുദയുടെ കീഴിൽ ഏകദേശം 6000-ഓളം വിദ്യാർത്ഥികൾ വിവിധ സ്ഥാപനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 400-ലധികം സ്റ്റാഫുകൾ സിറാജുൽ ഹുദയുടെ കീഴിൽ അധ്യാപന രംഗത്തും മറ്റുമായി സേവനം ചെയ്യുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായ സേവനങ്ങൾ അർപ്പിക്കുകയും വിദേശ നാടുകളിലുള്ള നല്ലവരായ പ്രവർത്തകന്മാരും ഉദാരമതികളും നമ്മുടെ നാട്ടിൽ നിന്ന് പോയി അധ്വാനിക്കുന്നതിനിടയിൽ അവരാൽ കഴിയുന്ന സംഭാവനകൾ സഹായങ്ങൾ സ്വരൂപിച്ച് എത്തിച്ചു തരുന്നതും നേർച്ചപ്പെട്ടികളിലും അതുപോലെ സംഭാവന റിസീവർമാരുമായി സഹകരിച്ചും ജനങ്ങൾ നിക്ഷേപിക്കുന്നതും എത്തിക്കുന്നതുമായ സഹായങ്ങളല്ലാതെ ഈ മഹത്തായ സ്ഥാപനത്തിന് സ്ഥായിയായ വരുമാനമൊന്നും പറയത്തക്ക ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. ഏകദേശം 15 ലക്ഷത്തോളം രൂപ ഒരു മാസത്തിൽ ചെലവ് വരുന്ന ഈ സ്ഥാപനം ധർമ്മസ്ഥാപനങ്ങളുടെ വകുപ്പിൽ മാത്രം 8 ലക്ഷം രൂപയോളം മാസത്തിൽ ചെലവ് വരുന്നുണ്ട്. 2.5 ലക്ഷം 3 ലക്ഷം ഉറുപ്പികയോളം നേർച്ച സംഭാവന ഇനത്തിൽ വരുന്നത് കഴിച്ച് ബാക്കി മുഴുവനും ജനങ്ങളോട് പ്രസംഗിച്ചും അതുപോലെ പറഞ്ഞും പിരിവെടുത്തുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഈ സ്ഥാപനത്തിന്റെ ഇന്നത്തെ അവസ്ഥാവിശേഷമാണ്. സ്ഥാപനത്തിന് സ്ഥിരം വരുമാനമുണ്ടാക്കാനുള്ള ചെറിയ ചെറിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ജനങ്ങളുടെ സഹകരണമാണ് ഇന്നുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും വിജയം. എല്ലാ ജനങ്ങളുടെയും ദുആയും സഹകരണവും സഹായവും അത് എന്നും ഈ സ്ഥാപനത്തിന് ലഭിക്കുകയാണെങ്കിൽ ഇനിയും ധാരാളം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്ന് കരുതുന്നു. അല്ലാഹു ഇതുവരെ സഹായിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും എല്ലാം മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇരുട്ടുപൊതിഞ്ഞ ഇടവഴികളെ പ്രകാശപൂർണമാക്കാനുള്ള സിറാജുൽ ഹുദായുടെ ശ്രമങ്ങളിൽ നിങ്ങളും പങ്കുചേരുക. മുതഅല്ലിമുകളെയും അഗതികളെയും പരിരക്ഷിക്കാനുള്ള യത്നങ്ങളിൽ ഒരു തുണയാകുക. വിദേശത്തുനിന്നും സംഭാവനകൾ അയക്കുന്നവർ സിറാജുൽ ഹുദ കറന്റ് അക്കൌണ്ട് 934 കനറ ബാങ്ക് ചാലപ്പുറം കോഴിക്കോട് എന്ന പേരിൽ ഡിഡി എടുത്ത് സിറാജുൽ ഹുദ ഓഫീസിൽ തന്നെ നിങ്ങളുടെ പൂർണ്ണ വിലാസത്തോടെ എത്തിക്കേണ്ടതും റെസിപ്റ്റ് കൈപ്പറ്റേണ്ടതും സംഖ്യയോ ഡ്രാഫ്റ്റോ നേരിൽ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതുമാണ്. ചെക്കുകളും ഇന്ത്യയിൽ നിന്നെടുക്കുന്ന ഡ്രാഫ്റ്റുകളും
സിറാജുൽ ഹുദ കറന്റ് അക്കൗണ്ട് 5704459146 SBT കുറ്റ്യാടി എന്ന പേരിലെടുത്ത് സിറാജുൽ ഹുദ ഓഫീസിലെത്തിച്ച് റെസിപ്റ്റ് കൈപ്പറ്റേണ്ടതും ബാങ്കിലേക്ക് നേരിൽ അയക്കുന്നത് ഒഴിവാക്കേണ്ടതുമാണ്. ചെക്കുകൾ, ഡ്രാഫ്റ്റുകൾ, മണി ഓർഡറുകൾ, കത്തുകൾ എന്നിവ ഓഫീസിലേക്ക് അയക്കേണ്ട വിലാസം: സെക്രട്ടറി ഓർ മാനേജർ, സിറാജുൽ ഹുദ എഡ്യൂക്കേഷൻ കോംപ്ലക്സ്, കുറ്റ്യാടി 673508, കോഴിക്കോട്, കേരള, ഇന്ത്യ. ടെലിഫോൺ ഓർ ഫാക്സ് 04962596 496 497 2596 498. ദീനും ഇൽമും പരിപോഷിപ്പിക്കാനുള്ള സിറാജുൽ ഹുദയുടെ ശ്രമങ്ങളിൽ നിങ്ങളുടെ ഹൃദയപൂർവമായ കൈനീട്ടങ്ങളും ഐക്യദാർഢ്യവും വളരെ പ്രധാനമാണ്.